ഹായ് പ്രിയപ്പെട്ട പ്രേക്ഷകർ, അപ്പോൾ അതൊക്കെയാണ് ഇവിടെ രാവിലെ മുതൽ സംഭവിച്ച വാർത്തകൾ തലക്കെട്ട് ഒരുപാട് വാർത്തകൾ സംഭവിക്കുന്ന ദിവസമാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് പ്രിയപ്പെട്ട പ്രേക്ഷകർ നമ്മുടെ കമന്റ് ബോക്സിൽ ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ല ഒരു ദിവസം ആശംസിക്കുകയാണ്. നേരെ ആദ്യ വാർത്തയിലേക്ക്. അനിൽ കെ ആന്റണിയെ സ്വന്തം പുത്രനെ തള്ളിപ്പറഞ്ഞ് എ കെ ആന്റണി. പത്തനംതിട്ടയിൽ അനിൽ കെ ആന്റണി തോൽക്കും എന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് എ കെ ആന്റണി. താൻ പ്രചരണത്തിന് പോയില്ലെങ്കിലും ആന്റണി വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കും. കേരളത്തിൽ BJPയുടെ സുവർണകാലം അസ്തമിച്ചു. കോൺഗ്രസിനെ വിമർശിക്കുന്ന മുഖ്യമന്ത്രിയോട് തന്നെക്കൊണ്ട് ചരിത്രം പറയിപ്പിക്കരുതെന്നും എ കെ ആന്റണി വെല്ലുവിളിക്കുന്നു. എന്നാൽ പത്തനംതിട്ടയിൽ താൻ തന്നെ ജയിക്കുമെന്നായിരുന്നു അനിൽ ആന്റണിയുടെ മറുപടി. മകൻ അനിൽ ആന്റണിയുടെ BJP പ്രവേശനത്തെ നേരത്തെ തള്ളിപ്പറഞ്ഞിട്ടുണ്ടെങ്കിലും മുതിർന്ന കോൺഗ്രസ് നേതാവ് എ കെ ആന്റണിയെ ഇത്രയും രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്നത് ഇതാദ്യം. പത്തനംതിട്ടയിൽ അനിൽ ആന്റണി ജയിക്കാൻ പാടില്ലെന്ന് എ കെ ആന്റണി. എനിക്കൊരു പാട്ട് തോക്കണം, അവിടെ കോൺഗ്രസ് ജയിക്കണം, ആന്റണി ജയിക്കണം. അതാണ് എ കെ ആന്റണി കോൺഗ്രസ് ആണ്. എന്റെ മതം കോൺഗ്രസ് ആണ്. 20 സീറ്റിലും BJP 3-ാം സ്ഥാനത്താകുമെന്ന് എ കെ ആന്റണി പറഞ്ഞു. മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ മക്കളുടെ BJP പ്രവേശനത്തിൽ മക്കളെക്കുറിച്ച് തന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുതെന്നായിരുന്നു മറുപടി. മക്കളെ കുറിച്ച് എന്നെ കൊണ്ട് അധികം പറയിപ്പിക്കേണ്ട. ആ ഭാഷ ഞാൻ ശീലിച്ചിട്ടില്ല. ആ ഭാഷ എന്റെ സംസ്കാരത്തിന്റെ ഭാഗമല്ല. അതുകൊണ്ട് എന്നെ കൊണ്ട് സംസാരിക്കില്ല. മുഖ്യമന്ത്രി പിണറായി വിജയനെയും എ കെ ആന്റണി രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചു. ഭരണഘടനയെക്കുറിച്ച് മുഖ്യമന്ത്രി വാതോരാതെ സംസാരിക്കുകയാണ്. ഭരണഘടനയെ അട്ടിമറിക്കാൻ ശ്രമിച്ചവരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെന്നും എ കെ ആന്റണി. ആർക്കെങ്കിലും അവകാശപ്പെടാൻ കഴിയുമെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും ഡോക്ടർ അംബേദ്കർക്കും മാത്രമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയ, അങ്ങയുടെ പാർട്ടിക്ക് ഇന്ത്യയുടെ ഈ പാവനമായ ഭരണഘടന ഉണ്ടാക്കിയതിൽ യാതൊരു പങ്കുമില്ല. ഭരണഘടന ഉണ്ടാക്കിയതിൽ പങ്കില്ലെന്ന് മാത്രമല്ല, ഭരണഘടന ഉണ്ടാക്കുന്നതിനെ അട്ടിമറിക്കാൻ ശ്രമിച്ചവരാണ് പിണറായി വിജയ, അങ്ങയുടെ പാർട്ടിയുടെ പൂർവികന്മാർ. കേരള സ്റ്റോറി പ്രദർശിപ്പിക്കുന്നത് മതസ്പർദ്ധ വളർത്താനെന്നായിരുന്നു എ കെ ആന്റണിയുടെ നിലപാട്. 24 തിരുവനന്തപുരം. എ കെ ആന്റണിക്ക് മറുപടിയുമായി മകൻ അനിൽ കെ ആന്റണി താൻ തോൽക്കണമെന്ന് സ്വന്തം ഇഷ്ടപ്രകാരം പറഞ്ഞതാണെങ്കിലും ഒരു കുഴപ്പമില്ല. പത്തനംതിട്ടയിൽ വിജയം ഉറപ്പാണ്. എ കെ ആന്റണിയുടെ ആഹ്വാനം കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും തള്ളിയതുപോലെ ഇത്തവണയും ജനം തള്ളുമെന്നും അനിൽ കെ ആന്റണി പറയുന്നു. വളരെ വ്യക്തമായി ഞാൻ പറഞ്ഞല്ലോ, വീട്ടുകാർ വേറെ, രാഷ്ട്രീയം വേറെ. ഞാനിന്ന് ഭാരതീയ ജനതാ പാർട്ടിയിൽ പ്രവേശിച്ച് അന്ന് തന്നെ ഞാൻ വളഞ്ഞു. അദ്ദേഹം എൻ്റെ പിതാവാണ്, എനിക്ക് വളരെ ബഹുമാനമുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെ കുറിച്ച് എനിക്ക് വിശ്വാസമില്ല. ഇതിലൊന്നും ഒരു കാര്യവുമില്ല. ഇതൊരു തെരഞ്ഞെടുപ്പാണ്, അല്ലാതെ കുടുംബകാര്യമല്ല. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം എന്താണെന്ന് എനിക്കും നിങ്ങൾക്കും എൻ്റെ വീട്ടിലുള്ളവർക്കും എല്ലാം വളരെ വ്യക്തമായി അറിയാം. മോദിജി 3-ാമത്തെ പ്രാവശ്യം പ്രധാനമന്ത്രിയാകും. ശ്രീ എ കെ ആന്റണി എനിക്ക് വളരെ 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 എന്നെ ഒരുപാട് പഠിപ്പിച്ചിട്ടുള്ള എൻ്റെ ഏറ്റവും അടുത്ത വ്യക്തിയാണ്, എൻ്റെ പിതാവാണ്. പക്ഷേ 2014 തൊട്ട് ശ്രീ എ കെ ആന്റണി പറയുന്ന എല്ലാ കാര്യങ്ങളും ഇന്ത്യൻ ജനത തിരസ്കരിച്ചു കൊണ്ടേ ഇരിക്കുകയാണ്. ഈ കോൺഗ്രസ്സുകാരൊക്കെ അവസാനമായിട്ടൊരു തെരഞ്ഞെടുപ്പ് ജയിച്ചെന്നാണ്. ഇവരെല്ലാം ഇന്ത്യൻ ജനത പിന്നെയും ചവിറ്റുകൊട്ടയിലേക്ക് എറിഞ്ഞുകൊണ്ടിരിക്കുകയല്ല. എന്നിട്ട് ഇനി ഇപ്പോൾ പറഞ്ഞതിന് എന്ത് പ്രസക്തി? കഴിഞ്ഞ 10 വർഷമായിട്ട് ഒന്നും പറഞ്ഞ് നടക്കാത്തവർ ഇന്നും എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എല്ലാ രാഷ്ട്രീയമാണ് എന്ന് പറഞ്ഞു പോലും 2014 മുതൽ സ്വന്തം പിതാവ് പറയുന്നതിനെ ജനം തിരസ്കരിക്കുകയാണ് എന്നൊക്കെ രാഷ്ട്രീയമാണെങ്കിൽ കൂടിയും പറയണോ മകനല്ലേ എന്നൊക്കെ അനിൽ കെ ആന്റണിക്ക് ഒരു ആത്മവിമർശനം നടത്താവുന്നതാണ്. പോട്ടെ, പറഞ്ഞു എന്നേ ഉള്ളൂ. തൃശ്ശൂരിൽ 50ഓളം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ BJPയിൽ ചേർന്നു. കെ കരുണാകരൻ അന്ത്യവിശ്രമം കൊള്ളുന്ന മുരളി മന്ദിരത്തിൽ വെച്ചാണ് അംഗത്വം സ്വീകരിച്ചത്. മണ്ഡല ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവരാണ് BJPയിലേക്ക് പോകുന്നത്. അശ്വിൻ പാലാഴി വിവരങ്ങൾ ചേർന്നു. അശ്വിൻ, എത്ര പേരാണ് പോകുന്നത്? എന്താണ് പരിപാടി? ഹാഷ്മി, കഴിഞ്ഞ കുറെ നാളുകളായി കോൺഗ്രസുമായി അകന്നു കഴിയുന്ന കുറച്ച് നേതാക്കളും പ്രവർത്തകരുമാണ് ഇന്ന് BJPയിലേക്ക് ചേർന്നത്. അവർ 50ഓളം പേർ വരും. മണ്ഡലം ഭാരവാഹിത്വത്തിലേക്ക് ഉണ്ടായിരുന്ന ആളുകളാണ് എന്നാണ് പറയുന്നത്. എന്തായാലും ആ 50 പേരെയും ഇന്ന് BJPയിലേക്ക് മെമ്പർഷിപ്പ് നൽകി സ്വീകരിച്ചു. അതിന്റെ ഏറ്റവും രാഷ്ട്രീയ പ്രാധാന്യം എന്ന് പറയുന്നത് തൃശ്ശൂരിൽ പൂങ്കുന്നത്തുള്ള കെ കരുണാകരന്റെ വീട്ടിലായിരുന്നു ഈ സ്വീകരണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുരളി മന്ദിരത്തിൽ കെ കരുണാകരന്റെ സ്മൃതി കുടീരത്തിനോട് ചേർന്നൊരുക്കിയ വേദിയിലാണ് ഈ 50 പേരെയും BJPയുടെ ഷാൾ അണിയിച്ച് കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ സ്വീകരിച്ചത്. അവിടെ ജയ് ബോലോ മുദ്രാവാക്യങ്ങൾ ഏറ്റുവിളിച്ചുകൊണ്ടാണ് ഇന്ന്
കരുണാകരന്റെ പഴയ വീട് ആ മുരളി മന്ദിരം ഇന്ന് മുഖരിതമായത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരുപക്ഷെ ചരിത്രത്തിൽ ആദ്യമായി തന്നെയാണ് കോൺഗ്രസിന്റേതല്ലാത്തൊരു രാഷ്ട്രീയ പരിപാടിക്ക് മുരളി മന്ദിരം വേദിയാകുന്നത് എന്നുള്ള രാഷ്ട്രീയ പ്രാധാന്യം കൂടി ഈ പരിപാടിക്കുണ്ട്. എന്തായാലും ആ പരിപാടിക്ക് ശേഷം പത്മജ വേണുഗോപാൽ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. കോൺഗ്രസിൽ മനസ്സുമടുത്താണ് പുറത്തേക്ക് പോകുന്നത്. ഇനിയും അങ്ങനെ മനസ്സുമടുത്തിരിക്കുന്ന പല ആളുകളുമുണ്ട്, പല നേതാക്കളുമുണ്ട്. അവരെ ഉടൻ തന്നെ കോൺഗ്രസിൽ നിന്നും അടർത്തി മാറ്റി BJP-യിൽ എത്തിക്കാനുള്ള ശ്രമങ്ങൾക്ക് തുടക്കം കുറിച്ചു കഴിഞ്ഞു. അതിന്റെ തുടക്കമായാണ് ഇപ്പോൾ 50 പേരെ താൻ മുൻകൈയെടുത്ത് BJP-യിലേക്ക് എത്തിച്ചതെന്ന് പറയുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിലും വരും ആഴ്ചകളിലുമൊക്കെ ഒരുപക്ഷെ കൂടുതൽ കോൺഗ്രസ് പ്രവർത്തകർ BJP-യിലേക്ക് എത്താനുള്ള ഒരു നീക്കം കൂടി നടക്കുന്നു എന്നതിന്റെ സൂചന കൂടിയാണ് വേണു ഇന്ന് തൃശൂർ പൂങ്കുന്നത്തെ ഹാഷ്മി എന്ന തൃശൂർ പൂങ്കുന്നത്തെ മുരളി മന്ദിരത്തിൽ കണ്ടത്. സച്ചിൻ ബാലാഴി, ഇനി തെരഞ്ഞെടുപ്പിന് 17 ദിവസം മാത്രമാണ് ബാക്കി. ആ ദിവസങ്ങളിൽ യൂത്ത് കോൺഗ്രസ് BJP-യിലേക്ക് പോകുന്നു എന്നുള്ളത് ഉറപ്പായും അവിടെ LDF-ന്റെ പ്രചരണ വിഷയമാണ്. നമുക്ക് കാത്തിരുന്ന് കാണാം ഏതളവിൽ ആ വിഷയം വികസിക്കുമെന്നത്. അവിടെ ഷാന് പറയുന്നു. ഗുഡ് ആഫ്റ്റർനൂൺ ഹാഷ്മി, എന്തുകൊണ്ട് വിഷയം? നല്ല വിഷയം. പെരുന്നാൾ പടിവാതിക്കലെത്തി 24 ഫാമിലിക്കും അവതാരകർക്കും പ്രേക്ഷകർക്കും എൻ്റെ എല്ലാ ഹാപ്പി ഈദ് മുബാറക് അഡ്വാൻസ്. അപ്പോൾ സ്നേഹത്തിൻ്റെ സൗഹാർദ്ദത്തിൻ്റെ ഒരു ആഘോഷകാലം കൂടി വരികയാണ്. കേരളത്തിൽ എല്ലാവർക്കും ആശംസകൾ. കേരള സ്റ്റോറിയാണോ സഭയുടെ പ്രണയപാഠം? ഇടുക്കി രൂപതയ്ക്ക് പിന്നാലെ വിവാദ ചിത്രം ദ കേരള സ്റ്റോറി പ്രദർശിപ്പിക്കാൻ തലശ്ശേരി താമരശ്ശേരി രൂപതകൾ. ലവ് ജിഹാദും തീവ്രവാദത്തിലേക്കുള്ള റിക്രൂട്ട്മെന്റും യാഥാർത്ഥ്യമെന്നും ഇതിനെതിരെ അവബോധം സൃഷ്ടിക്കുകയാണ് ലക്ഷ്യമെന്നും സഭാ നേതൃത്വത്തിന്റെ വിശദീകരണം. പ്രദർശനം വഴി പച്ച നുണ പ്രചരിപ്പിക്കുകയാണ് RSS അജണ്ടയാണ് സിനിമയെന്നും മുഖ്യമന്ത്രി ആവർത്തിക്കുകയാണ്. ദ കേരള സ്റ്റോറി പ്രദർശനവുമായി ബന്ധപ്പെട്ട വിവാദം കൊഴുക്കുമ്പോഴും പ്രദർശനവുമായി മുന്നോട്ട് പോകുകയാണ് സഭാ നേതൃത്വം. നവമാധ്യമങ്ങളിലൂടെയുള്ള പ്രചാരണത്തിനൊപ്പം വിപുലമായ രീതിയിൽ പ്രദർശിപ്പിക്കാനാണ് തീരുമാനം. ചിത്രം പ്രദർശിപ്പിക്കുന്നതിൽ അപാകതയില്ലെന്നും സങ്കുചിത ചിന്താഗതിക്കാരാണ് സിനിമയെ എതിർക്കുന്നത് എന്നും താമരശ്ശേരി രൂപത കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് ഡോക്ടർ ചാക്കോ കാളംപറമ്പിൽ. ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഒരുപാട് നമ്മൾ പ്രഘോഷിക്കുകയും കൊട്ടിഘോഷിക്കുകയും ചെയ്തിട്ട് ആവിഷ്കരിക്കപ്പെട്ട് പ്രദർശനാനുമതി ലഭിച്ച് 1 വർഷം പ്രദർശിപ്പിച്ചു കഴിഞ്ഞ ഒരു സിനിമ കാണാൻ കേരളത്തിൽ പാടില്ല എന്ന് നിഷ്കർഷിക്കുന്നത് ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സങ്കുചിതമായ ഒരു ചിന്താഗതിയുടെ പുനരവതരണമാണ്. ചിത്രത്തിനെതിരെ വിമർശനം തുടരുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. RSS സംഘപരിവാർ അജണ്ടയുടെ ഭാഗമായ സിനിമയ്ക്ക് കൂടുതൽ പ്രചാരണം കൊടുക്കുന്നതിന് പിന്നിൽ പ്രത്യേക ഉദ്ദേശമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. കേരള സ്റ്റോറി എന്നത് BJP-യുടെ ഒരു അജണ്ടയാണ്. ആ അജണ്ടയുടെ ഭാഗമായി വന്നതാണ്. നമ്മുടെ നാടിനെ അപകീർത്തിപ്പെടുത്താനുള്ള ഒരു പ്രചരണ സാധനമാണത്. അതിന്റെ ഭാഗമായി സിനിമയെ ഉപയോഗിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അത് നാടിനെ അപകീർത്തിപ്പെടുത്തുന്നതാണ് എന്ന് എല്ലാവരും മനസ്സിലാക്കണം. മതസ്പർദ്ധ വളർത്താനുള്ള BJP-യുടെ കെണിയെന്നായിരുന്നു മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണിയുടെ വിമർശനം. കേരളത്തിൽ മതസ്പർദ്ധ വളർത്താൻ ബോധപൂർവമായ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് ദൂരദർശൻ കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചത്. ആ കെണിയിൽ വീഴരുതേ എന്നാണ് എൻ്റെ അഭ്യർത്ഥന. BJP-യുടെ കെണിയാണ് ആ കെണിയിൽ വീഴരുത്. വിദ്വേഷത്തിന്റെ കഥകളല്ല, സ്നേഹത്തിന്റെ കഥകളാണ് സഭകൾ പ്രചരിപ്പിക്കേണ്ടത് എന്ന് യാക്കോബായ സഭ മെത്രാപ്പൊലീത്ത ഗീവർഗീസ് മാർ കൂറിലോസ് പ്രതികരിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കോഴിക്കോട്. ഇവിടെ ഒരു കാലാവസ്ഥ സ്റ്റോറി വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ 41 ഡിഗ്രി സെൽഷ്യസ് വരെ എന്ന് പറഞ്ഞാൽ ഏപ്രിൽ 9 മുതൽ ഏപ്രിൽ 13 വരെ പാലക്കാട് ജില്ലയിൽ ഉയർന്ന താപനില 41 ഡിഗ്രി സെൽഷ്യസ് വരെയും, കൊല്ലം ജില്ലയിൽ 40 വരെയും, പത്തനംതിട്ട, കോട്ടയം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ 38 വരെയും, ആലപ്പുഴ, എറണാകുളം, കാസർഗോഡ് ജില്ലകളിൽ 37 വരെയും, പിന്നെ തിരുവനന്തപുരം, മലപ്പുറം ജില്ലകളിൽ 36 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ സാധാരണക്കാൾ ഒരു 4 ഡിഗ്രി സെൽഷ്യസ് അധികം. എന്നാൽ 41 എന്ന് പറഞ്ഞാൽ കൊടുംചൂടാണ്. അപ്പോൾ വേനൽ മഴ പെയ്യും എന്നൊക്കെ പറയുന്നു എന്നല്ലാതെ കാര്യമായി അങ്ങനെ വേനൽ മഴ ഇവിടെ ഇങ്ങനെ ഇന്നലെ വൈകിട്ടൊക്കെ ഉരുണ്ടുകൂടി നിൽക്കുന്നു എന്നല്ലാതെ കാര്യമായി വലിയ വേനൽ മഴ നമ്മളെവിടെ കാണുന്നില്ല. പ്രിയപ്പെട്ട പക്ഷേ ഒരുപാട് വെള്ളം കുടിക്കുക, സൂക്ഷിക്കുക. വെള്ളമുണ്ട മാവോയിസ്റ്റ് കേസിൽ 4 പ്രതികളും കുറ്റക്കാരൻ തന്നെയെ കോടതി. രൂപേഷ്, കന്യാകുമാരി, അനൂപ്, ബാബു ഇബ്രാഹിം എന്നിവരെയാണ് കുറ്റക്കാരെന്ന് വിധിച്ചത്. ശിക്ഷിക്കപ്പെട്ടത് ദൗർഭാഗ്യകരമെന്ന് രൂപേഷ് കോടതിയിൽ പറഞ്ഞു. എബിൻ ജോസാണ് വാർത്തയോട് ഒരുങ്ങുമ്പോൾ ചേർന്നത്. എബിൻ, കേസിന്റെ വിശദാംശം എന്താണ്? ശിക്ഷാവിധിയുടെ വിശദാംശം എന്താണ്? ഹാഷ്മി, 2014 വെള്ളമുണ്ടയിൽ മാവോയിസ്റ്റ് കേസ് ഉണ്ടാകുന്നത്. അതായത് അവിടുത്തെ പോലീസ് ഓഫീസറായിരുന്ന AB പ്രമോദ് എന്ന ആളുടെ വീട്ടിൽ ഈ മാവോയിസ്റ്റുകൾ എത്തുകയും അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ മോട്ടോർ സൈക്കിൾ കത്തുകയും ലഘുലേഖകൾ വിതരണം ചെയ്യുകയായിരുന്നു. അതായത് മാവോയിസ്റ്റുകളെ പിടികൂടുന്നതിന് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ സഹായം ചെയ്തു എന്ന് ആരോപിച്ചായിരുന്നു ഇവരുടെ ആക്രമണം. ഏതായാലും ആ കേസിലാണ് ഇപ്പോൾ NIA ഇതിൽ 4 പ്രതികളും കുറ്റക്കാരെന്ന് കണ്ടെത്തിയത്. രൂപേഷ്, അതുപോലെ തന്നെ അനൂപ്, ബാബു ഇബ്രാഹിം, കന്യാകുമാരി എന്നിങ്ങനെ 4 പ്രതികളാണ്
കുറ്റക്കാരെന്ന് കണ്ടെത്തിയത്. UAP നിയമപ്രകാരമായിരുന്നു കേസെടുത്തത്. അതോടൊപ്പം തന്നെ ആയുധം കൈവശം വയ്ക്കൽ എന്നിങ്ങനെയുള്ള കുറ്റങ്ങൾ കൂടി തെളിഞ്ഞിട്ടുണ്ട്. ഇതിലാണ് ഇപ്പോൾ 4 പേരും കുറ്റക്കാരെന്ന് കൊച്ചി NIA കോടതി വിധിച്ചിരിക്കുന്നത്. ഹാഷ്മി. എബിനാണ് വെള്ളമുണ്ട കേസിലെ 4 പ്രതികളും കുറ്റക്കാർ എന്ന് പറയുകയാണ് കോടതി. സജിക്ക് പിന്നാലെ പിന്നെയും അവിടെ കൊഴിഞ്ഞുപോക്കിന്റെ കാലമാണ്. സജി മഞ്ഞക്കടമ്പിലിന് പിന്നാലെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ കൊഴിഞ്ഞുപോക്ക്. സംസ്ഥാന ജനറൽ സെക്രട്ടറി അടക്കം 5 പേർ കൂടി ഇന്ന് രാജിവെച്ചു. ജോസഫ് ഗ്രൂപ്പും മോൻസ് ഗ്രൂപ്പായി അധപ്പതിച്ചുവെന്ന് സജി മഞ്ഞക്കടമ്പിൽ വിമർശിക്കുകയാണ്. സജി തിരിച്ചു വന്നാൽ സ്വീകരിക്കുമെന്ന് PJ ജോസഫ് പറഞ്ഞപ്പോൾ വാതിലുകൾ തുറന്നിട്ടിരിക്കുകയാണെന്ന് മന്ത്രി റോഷി അഗസ്റ്റിനും പ്രതികരിച്ചു. സജി മഞ്ഞക്കടമ്പിൽ രാജിവെച്ചാൽ മറ്റാരും പോകില്ല എന്നായിരുന്നു നേതൃത്വം ആദ്യം പറഞ്ഞത്. എന്നാൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രസാദ് ഉരുളികുന്നമടക്കം 5 പേരാണ് ഇന്ന് പാർട്ടി വിട്ടത്. നിയന്ത്രിച്ചില്ലെങ്കിൽ കൂടുതൽ പേർ പോകുമെന്ന് സജി മഞ്ഞക്കടമ്പിൽ. കേരള കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ഒരാളോട് പോലും ഞാൻ രാജിവെക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല. ഒരാളോട് പോലും ഞാൻ പറഞ്ഞില്ല നമുക്കൊരു മീറ്റിംഗ് കൊണ്ട് വരണമെന്ന് പറഞ്ഞിട്ടില്ല. എന്റെ നിലപാട് എന്തിന് ഞാൻ ഈ ഒരു തീരുമാനം വേദനയോടുകൂടി തീരുമാനം എടുത്തു എന്നുള്ളത് പൊതുജനം അറിയണം. അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ഇറങ്ങിയത്. വികാരത്തിന്റെ പുറത്താണ് സജി മഞ്ഞക്കടമ്പിലിന്റെ രാജി എന്നാണ് PJ ജോസഫ് പറയുന്നത്. തിരിച്ചു വന്നാൽ സ്വീകരിക്കുമെന്നും PJ. വികാരപ്പെട്ടുപോയിന്നപ്പുറത്ത് അതിലൊന്നുമില്ല, അടിസ്ഥാനമുള്ള ഒരു കാര്യമില്ല. വന്നാൽ സ്വീകരിക്കത്തേ ഉള്ളൂ. മോൻസ് ജോസഫ് ഇപ്പോഴും ഇടഞ്ഞു തന്നെ നിൽക്കുകയാണ്. സജി മഞ്ഞക്കടമ്പിൽ പോയതോടെ പ്രവർത്തിക്കാതിരുന്ന നേതാക്കൾ ഉണർന്ന് പ്രവർത്തിച്ചു തുടങ്ങിയെന്നാണ് പരിഹാസം. പാർട്ടിയിൽ നിന്ന് ആളുകൾ പോകുന്നു എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചാൽ ആരും പോകുന്നില്ല എന്ന് മാത്രമല്ല, ഇവിടെ പ്രവർത്തനം നിർത്തിവെച്ചവർ സജീവമായി പ്രവർത്തന രംഗത്തേക്ക് വരുന്നു എന്നാണ് പാലായിൽ പോലും കാണാൻ കഴിയുന്നത്. ജോസഫ് ഗ്രൂപ്പിലെ തർക്കങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ് ജോസ് കെ മാണി വിഭാഗം. വാതിലുകൾ സജിക്ക് മുന്നിൽ തുറന്നിട്ടിരിക്കുന്നുവെന്ന് മന്ത്രി റോഷി അഗസ്റ്റ്. ആഗ്രഹിച്ചാൽ അടയില്ലെന്ന് മാത്രമല്ല, ആഗ്രഹിച്ചാൽ ഏറെ ആൾക്കാർക്ക് വരാനും പ്രവേശിക്കാനും പ്രവർത്തിക്കാനും ഇടം കൊടുക്കുന്ന ഒരു പാർട്ടിയാണ് കേരള കോൺഗ്രസ്. ഇതിനിടെ മാണി വിഭാഗവുമായി ഉടക്കി നിന്ന മുൻ MLA PM മാത്യു UDFന് വേണ്ടി പ്രചാരണത്തിനുമിറങ്ങി. 24 കോട്ടയം. സംസ്ഥാനത്ത് വിതരണം ചെയ്യുന്ന ക്ഷേമ പെൻഷൻ അവകാശമല്ലെന്ന് സംസ്ഥാന സർക്കാർ. ക്ഷേമ പെൻഷൻ വിതരണം എപ്പോൾ നടത്തണമെന്ന് തീരുമാനിക്കുന്നത് സർക്കാരാണെന്നും ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ സർക്കാർ വ്യക്തമാക്കി. കുടിശ്ശികയുള്ളതിൽ 2 ഗഡു ക്ഷേമ പെൻഷൻ വിതരണം ഇന്നു മുതൽ തുടങ്ങുകയും ചെയ്തു. സാമൂഹ്യക്ഷേമ പെൻഷൻ വിതരണം മുടങ്ങിയതിനെതിരെ സമർപ്പിച്ച ഹർജിയിലാണ് സർക്കാർ നിലപാട് വ്യക്തമാക്കിയത്. സർക്കാർ നൽകുന്ന സഹായം മാത്രമാണ് ക്ഷേമ പെൻഷൻ. സർക്കാരിന്റെ നയപരമായ തീരുമാനത്തിന്റെ ഭാഗം മാത്രമാണിത്. നിയമം അനുശാസിക്കുന്ന പെൻഷൻ ഗണത്തിൽ പെടുന്നതല്ല ക്ഷേമ പെൻഷനെന്നും ഇത് എപ്പോൾ വിതരണം ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് സർക്കാരാണെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു. സാമൂഹ്യ പെൻഷൻ കൃത്യമായി വിതരണം ചെയ്യാൻ സർക്കാർ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ സാമ്പത്തിക പ്രതിസന്ധി കാരണമാണ് പെൻഷൻ വിതരണം നടക്കാത്തതെന്നും സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. ഇതിനിടെ കുടിശ്ശികയുള്ളതിൽ 2 ഗഡു പെൻഷൻ വിതരണം ഇന്നു മുതൽ തുടങ്ങി. സാമൂഹ്യ സുരക്ഷ ക്ഷേമനിധി പെൻഷനുകളാണ് വിതരണം ചെയ്യുന്നത്. കേന്ദ്ര സർക്കാർ വിഹിതം കൂടിയുള്ള പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഈ വിഹിതവും സംസ്ഥാനം മുൻകൂർ അനുവദിച്ചിട്ടുണ്ട്. 62 ലക്ഷം ഗുണഭോക്താക്കളിൽ മസ്റ്ററിംഗ് നടത്തിയ എല്ലാവർക്കും പെൻഷൻ ലഭിക്കും. 24 തിരുവനന്തപുരം. LDF കൺവീനർ EP ജയരാജന്റെ ഭാര്യയ്ക്കും മകനും പങ്കാളിത്തമുണ്ടായിരുന്ന കണ്ണൂരിലെ വൈദേകം റിസോർട്ടിലേക്ക് ED ഇല്ല. ഷെഡ്യൂൾഡ് ഒഫൻസ് ഇല്ലാത്തതിനാൽ റിസോർട്ടിനെതിരായ പരാതിയിൽ അന്വേഷണം നടത്താനാകില്ല എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കി. ഹൈക്കോടതി മുൻപാകെയാണ് ED നിലപാട് സ്വീകരിച്ചത്. എറണാകുളം സ്വദേശിയായ MR അജയൻ സമർപ്പിച്ച കോടതിയലക്ഷ്യ ഹർജിയിലാണ് ED നിലപാട് വ്യക്തമാക്കിയത്. വൈദേകത്തിനെതിരായ പരാതിയിൽ പ്രാഥമിക അന്വേഷണം നടത്തി. ലഭ്യമായ തെളിവുകളും രേഖകളും ശേഖരിച്ചു. എന്നാൽ അന്വേഷണം നടത്തുന്നതിനാവശ്യമായ ഷെഡ്യൂൾഡ് ഒഫൻസ് ഇല്ലെന്ന് ED വ്യക്തമാക്കുന്നു. ED മറുപടി സത്യവാങ്മൂലമായി നൽകാൻ ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. വൈദേകത്തിന്റെ സാമ്പത്തിക ബിനാമി ഇടപാടുകൾ സംബന്ധിച്ച് EDക്ക് നേരത്തെ പരാതി ലഭിച്ചിരുന്നു. പിന്നാലെ 2023 ജൂണിൽ MR അജയൻ നൽകിയ ഹർജിയിൽ ഹൈക്കോടതിയും അന്വേഷണത്തിന് നിർദ്ദേശം നൽകി. എന്നാൽ അന്വേഷണം നടത്തണമെന്ന കോടതി ഉത്തരവ് ED ലംഘിച്ചെന്നാരോപിച്ച് അജയൻ വീണ്ടും കോടതിയെ സമീപിച്ചു. ഇതിലാണ് ED ഇപ്പോൾ വിശദീകരണം നൽകിയിട്ടുള്ളത്. എസ് ശ്രീകാന്ത്, 24 കൊച്ചി. അപ്പോൾ വൈദേകത്തിലെ പ്രശ്നങ്ങൾ, EP ജയരാജന്റെ പ്രശ്നങ്ങൾ, CPM സംസ്ഥാന സമിതിയിലുണ്ടായ വിമർശനങ്ങൾ, അതിനെ തുടർന്ന് രാജീവ് ചന്ദ്രശേഖരന്റെ വരവ്, അതിന്റെ നടത്തിപ്പേറ്റെടുക്കൽ, കരാറൊക്കെ അറിയാവുന്നതാണ്. അപ്പോൾ EDക്ക് അവിടെ താല്പര്യമില്ലാത്തതിൽ സ്വാഭാവികമായും കോൺഗ്രസ് രാഷ്ട്രീയം ആരോപിക്കും. കാര്യം അതിന്റെ തുടർച്ച നമ്മൾ നേരത്തെ കുറച്ച് നാൾ കണ്ടതാണ്. ദീർഘനാൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വാക്പോരുകളായി.
കണ്ണൂർ പാനൂരിലെ ബോംബ് നിർമ്മാണം ക്ഷേത്രോത്സവത്തിനിടെയുണ്ടായ CPIM BJP സംഘർഷത്തിന്റെ തുടർച്ചയെന്ന് പോലീസ്. കേസിലെ മുഖ്യപ്രതിയും ഡിവൈഎഫ്ഐ കുന്നോത്തുപറമ്പ് യൂണിറ്റ് സെക്രട്ടറിയുമായ ഷിജാലും സ്ഫോടനത്തിൽ പരിക്കേറ്റിരുന്നു. ഒളിവിൽ കഴിയവേ ഷിജാൽ ഉദുമൽപേട്ടയിൽ ചികിത്സ തേടിയതായി പോലീസ് കണ്ടെത്തി. ഇന്നലെ പിടിയിലായ ഷിജാലിന്റെയും അക്ഷയുടെയും അറസ്റ്റ് രേഖപ്പെടുത്തി. കുന്നോത്തുപറമ്പ് കുയമ്പയിൽ ക്ഷേത്രോത്സവത്തിനിടെ RSS CPM പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടിയിരുന്നു. കേസിൽ ഇരുപക്ഷത്തെയും 16 പേർ റിമാൻഡിലുമായി. പിന്നാലെ തുടർ സംഘർഷങ്ങൾ. ഇതോടെ റിമാൻഡിലായ CPIM പ്രവർത്തകരുമായി അടുത്ത ബന്ധം പുലർത്തുന്നവർ പ്രത്യാക്രമണം ആസൂത്രണം ചെയ്തു. ഡിവൈഎഫ്ഐ കുന്നോത്തുപറമ്പ് യൂണിറ്റ് സെക്രട്ടറി ഷിജാലാണ് ബോംബ് നിർമ്മാണത്തിന് പദ്ധതി തയ്യാറാക്കിയത്. മൂളിയത്തോട് ഗ്യാങ് സംഘടിച്ചത് ഷിജാലിന്റെയും ബിനീഷിന്റെയും നേതൃത്വത്തിൽ. സ്ഫോടനത്തിൽ ഷിജാലിനും പരിക്കേറ്റതായും ഒളിവിൽ കഴിയവേ ഉദുമൽപേട്ടയിൽ ചികിത്സ തേടിയെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇന്നലെ കസ്റ്റഡിയിലെടുത്ത അക്ഷയുടെയും ഷിജാലിന്റെയും അറസ്റ്റ് രേഖപ്പെടുത്തി. കേസിൽ ഇതുവരെ 12 പ്രതികളെയാണ് തിരിച്ചറിഞ്ഞത്. കസ്റ്റഡിയിൽ ചികിത്സയിൽ കഴിയുന്ന 3 പേർ ഉൾപ്പെടെ ബോംബ് നിർമ്മാണത്തിൽ പങ്കാളിത്തമുള്ള മുഴുവൻ പേരും പിടിയിലായതായി പോലീസ് പറയുന്നു. എന്നാൽ ബോംബുണ്ടാക്കാൻ കൂടുതൽ പേരുടെ സഹായം കിട്ടിയോ എന്ന് പരിശോധിക്കും. കേസിലെ പ്രധാന പ്രതികൾക്കെതിരെ കാപ്പ ചുമത്താൻ ശുപാർശ നൽകുന്നതും പരിഗണനയിലുണ്ട്. 24 കണ്ണൂർ. അതിനിടയിൽ പാനൂർ സ്ഫോടനത്തിൽ BJP തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാതി നൽകി. CPIM കേരളത്തെ ഭീകരവാദത്തിന്റെ ഹബ്ബാക്കുന്നുവെന്ന് BJP നേതാവ് പ്രകാശ് ജാവ്ദേക്കർ ആരോപിച്ചു. ബോംബ് ഫാക്ടറി നടത്തുകയാണ് CPIM. ഇതിന് UDF-ന് പിന്തുണയുണ്ടെന്നും പ്രകാശ് ജാവ്ദേക്കർ വിമർശിക്കുകയാണ്. CBIക്ക് മൊഴി നൽകാൻ പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥന്റെ കുടുംബം വയനാട്ടിൽ. പിതാവ് ജയപ്രകാശും അമ്മാവൻ ഷിബുവുമാണ് CBIയുടെ വൈത്തിരി ക്യാമ്പ് ഹൗസിൽ മൊഴി നൽകാനെത്തിയത്. അന്വേഷണത്തിന്റെ ഭാഗമായി കോളേജിലെ വിദ്യാർത്ഥികളെയും മൊഴിയെടുക്കാൻ വിളിപ്പിച്ചിട്ടുണ്ട്. സിദ്ധാർത്ഥന്റെ അച്ഛൻ ജയപ്രകാശും അമ്മാവൻ ഷിബുവും വൈത്തിരി റെസ്റ്റ് ഹൗസിലെ CBI ക്യാമ്പ് ഹൗസിലെത്തിയത് രാവിലെ 10:30-യോടെ. ഇരുവരുടെയും വിശദമായ മൊഴി CBI രേഖപ്പെടുത്തുകയാണ്. സിദ്ധാർത്ഥന്റെ മരണം കൊലപാതകമെന്ന ആരോപണമായിരുന്നു കുടുംബം ഉന്നയിച്ചിരുന്നത്. മരണത്തിനു പിന്നാലെ ക്യാമ്പസിലെ ചില കുട്ടികൾ രഹസ്യമായി തന്നെ വന്ന് കണ്ടിരുന്നുവെന്നും മർദ്ദന വിവരം അറിയിച്ചിരുന്നുവെന്നും ജയപ്രകാശ് പറഞ്ഞിരുന്നു. പോലീസിന് നൽകാത്ത തെളിവുകൾ CBIക്ക് കൈമാറുമെന്നും ഇദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ഉൾപ്പെടെ CBI സംഘം ചോദിച്ചറിയും. സംഭവ ദിവസം ഹോസ്റ്റലിലുണ്ടായിരുന്ന വിദ്യാർത്ഥികളുടെ മൊഴികളും CBI ശേഖരിക്കുന്നുണ്ട്. സസ്പെൻഷനിലായ ഡീൻ, അസിസ്റ്റന്റ് വാർഡൻ എന്നിവരുടെയും മൊഴി രേഖപ്പെടുത്തുന്നുണ്ട്. സിദ്ധാർത്ഥിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ ഡോർമെട്രിയിലെ ശുചിമുറിയും മർദ്ദനത്തിന് വിധേയമാക്കിയ മറ്റു മുറികളും ഹോസ്റ്റലിന്റെ വിവിധ ഭാഗങ്ങളും കഴിഞ്ഞ ദിവസം CBI സംഘം പരിശോധിച്ചിരുന്നു. ഇന്നലെയാണ് കൽപ്പറ്റ കോടതിയിൽ FIR സമർപ്പിച്ചത്. അതേസമയം പൂക്കോട് ക്യാമ്പസിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ സിറ്റിംഗ് തുടങ്ങിയിട്ടുണ്ട്. 24 വയനാട്. ഇവിടെ പ്രസില്ല ഫ്രാൻസിസ് പറയുന്നുണ്ട്, റോഡ് ആൻഡ് അതർ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ആർ ബിൽറ്റ് വിത്ത് പീപ്പിൾസ് മണി, നോട്ട് മോഡീസ് ഓർ പിണറായിസ്. ഇറ്റ്സ് പീപ്പിൾ. ശരിയല്ലേ ചോദിക്കുകയാണ്. പിന്നെ ശരിയല്ലേ, ഇത് ആരുടെ ഔദാര്യമൊന്നുമല്ല. ഇത് ജനങ്ങൾക്ക് അവകാശപ്പെട്ടത് ജനത്തിന്റെ പണത്തിൽ നിന്ന് എടുത്ത് പണിയുന്നതാണെന്ന് പറയുകയാണ്. 100% ശരിയാണ്. വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. അപ്പോൾ സജീവ് ജബ്ബാർ ചോദിക്കുകയാണ്, ഗുഡ് ആഫ്റ്റർനൂൺ അശ്വി, ഇലക്ഷൻ സർവേ സാമ്പിൾ കേരളത്തിൽ എവിടെ നിന്ന് എടുത്താണ് ചോദിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഓരോ മണ്ഡലങ്ങളിൽ നമ്മൾ പറയുന്ന 1000-ലധികം സാമ്പിളുകളാണ്. അതിപ്പോൾ കൃത്യ കണക്കുകളൊക്കെ ഉണ്ട്. ഏത് ഭാഗത്തു നിന്ന് ഏത് ജംഗ്ഷനിൽ നിന്ന് എടുത്തുന്ന അതിൻ്റെ കൃത്യ ഡേറ്റ നമ്മുടെ കയ്യിലുണ്ട്. സംശയമുണ്ടെങ്കിൽ ഒന്നാൽ കാണിച്ചു തരാം. പിന്നെ എന്ന് പറഞ്ഞാൽ ഓരോ മണ്ഡലത്തിലും 1000-ലധികം സാമ്പിളുകൾ, 20,000-ലധികം സാമ്പിൾ എന്ന് പറയുന്നത് ഒരു മെഗാ സൈസാണ്. അപ്പോൾ ഇടയ്ക്കുന്നൊരു പ്രശ്നം ചോദിക്കുന്നത് 10 ലക്ഷമൊക്കെ വരുന്ന വോട്ടർമാരുള്ളതിൽ 1000 ഒരു സാമ്പിളാണ് ചോദിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പം 10 ലക്ഷത്തിൽ ഇപ്പോൾ 10 ലക്ഷം പേരോട് ചോദിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതിനകത്ത് നമ്മൾ സാമ്പിൾ എടുക്കുക, റാൻഡം സാമ്പിളിംഗ് സർവേ മെത്തഡോളജി എന്ന് പറഞ്ഞാൽ സാമ്പിളിംഗ് എടുക്കുക എന്നുള്ളതാണ്. അതിൽ സാധാരണ 10-300 എടുക്കുമ്പോൾ നമ്മൾ 1000 എടുത്തു എന്നുള്ളതാണ് അതിൻ്റെ, 1000-ന് മുകളിൽ എടുത്തു എന്നുള്ളതാണ് അതിൻ്റെ അതിൻ്റെ എറർ ഫാക്ടർ കുറയ്ക്കുന്നത് എന്നാണ് കരുതേണ്ടത്. ഓക്കെ, ലോക്സഭാ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക്. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. Powered by Asset, responsibly yours. In association with Durashine Roof and Wall Sheets, ഒരു Tata BlueScope സ്റ്റീൽ ഉൽപ്പന്നം. കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിക്കുന്നു. തെരഞ്ഞെടുപ്പ് ഇന്ത്യയെ വീണ്ടെടുക്കാനുള്ള ജീവൻ മരണ പോരാട്ടം എന്ന് പറയുന്നു എ കെ ആന്റണി. നരേന്ദ്രമോദിയുടെ തൃശൂർ സന്ദർശനത്തെ വിമർശിച്ച CPIM സംസ്ഥാന സെക്രട്ടറിക്ക് മറുപടിയുമായി BJP രംഗത്തെത്തി. മോദിയുടെ വരവിൽ വേവലാതിയുള്ളവർക്ക് സീതാറാം യെച്ചൂരിയെയും കൊണ്ടുവരാം എന്ന് കെ സുരേന്ദ്രൻ പരിഹസിക്കുകയാണ്. കരുവന്നൂരിൽ ED നീക്കം കടുപ്പിക്കുന്ന സമയത്താണ് പ്രധാനമന്ത്രി കൂടി തൃശൂരിലേക്ക് എത്തുന്നത്. ഇതോടെയാണ് CPIM പ്രധാനമന്ത്രിയുടെ തുടർ സന്ദർശനത്തെ വിമർശിച്ച് രംഗത്തെത്തിയത്. എന്നാൽ മോദി വരുന്നതിൽ വേവലാതിയുള്ളവർക്ക് സീതാറാം യെച്ചൂരിയെയും കൊണ്ടുവരാമെന്നാണ് MV ഗോവിന്ദനുള്ള BJPയുടെ മറുപടി. മോദിജി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്. എല്ലാ സ്ഥലത്തും വന്ന് അദ്ദേഹത്തിന് പ്രചാരണം നടത്താനുള്ള സ്വാതന്ത്ര്യമുണ്ട്. സീതാറാം യെച്ചൂരി വന്നോട്ടെ, ആര് പറയുന്നതാണ് കേൾക്കുന്നത് നോക്കാം.
10 വർഷം കൊണ്ട് നരേന്ദ്രമോദി ഇന്ത്യ എന്ന ആശയത്തെ ഞെരുക്കി ഇല്ലാതാക്കാൻ ശ്രമിച്ചെന്നും ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കേന്ദ്രത്തിൽ നരേന്ദ്രമോദിയുടെ ഭരണം അവസാനിപ്പിക്കണമെന്നും AK ആന്റണി. കഴിഞ്ഞ 10 വർഷമായി ആസൂത്രിതമായി ആശയത്തെ ഞെരുക്കി ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഇലക്ഷൻ കഴിഞ്ഞാൽ കേന്ദ്രത്തിൽ BJPയുടെ ഭരണം അവസാനിപ്പിക്കണം. സംസ്ഥാനത്തിനെതിരായ BJPയുടെ നുണകൾ UDF ഏറ്റെടുത്ത് പ്രചരിപ്പിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും വിമർശിച്ചു. സംസ്ഥാനത്തിനെതിരായി BJP പ്രചരിപ്പിക്കുന്ന കാര്യങ്ങൾ, ആ നുണകൾ ഏറ്റെടുത്ത് അത് UDF പ്രചരിപ്പിക്കുന്നതിലൂടെ BJPയാണ് പ്രധാനമായും സഹായിക്കുന്നത്. 24 തിരുവനന്തപുരം. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ തട്ടിപ്പാണെന്ന വ്യാജ പ്രചാരണത്തിൽ സംസ്ഥാനത്ത് ഇതുവരെ 12 കേസുകൾ രജിസ്റ്റർ ചെയ്തു. പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കൽ, വ്യാജവാർത്ത പ്രചരിപ്പിക്കൽ എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് കേസ്. വ്യാജ പ്രചരണങ്ങൾക്കെതിരെ വരും ദിവസങ്ങളിലും സോഷ്യൽ മീഡിയയിൽ നിരീക്ഷണം ശക്തമാക്കാനാണ് പോലീസിന്റെ തീരുമാനം. കെ മാണിയുടെ പാലയിലെ വീട് സന്ദർശിച്ച് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നേതാവ് PC തോമസ്. കെ മാണിയുടെ ഭാര്യ കുട്ടിയമ്മയുമായി കൂടിക്കാഴ്ച നടത്തി. തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ കോട്ടയത്തെ രാഷ്ട്രീയ മാറ്റങ്ങളുടെ സാഹചര്യത്തിൽ ഈ സന്ദർശനത്തിന് വലിയ പ്രാധാന്യമാണ് രാഷ്ട്രീയ കേരളം കൽപ്പിക്കുന്നത്. അതേസമയം PC തോമസ് പറയുന്നത് ഇന്ന് കെ മാണിയുടെ ഓർമ്മദിനമാണ്, അപ്പോൾ ആ പശ്ചാത്തലത്തിൽ പോയി കണ്ടു എന്നുള്ളതേ ഉള്ളൂ. ടോബി ജോൺസൺ പറയാം. ടോബി, ആ സന്ദർശനത്തിൻ്റെ രാഷ്ട്രീയം എന്താണ്? ആ സന്ദർശനത്തിലെ വ്യക്തിപരമായ താല്പര്യം എന്താണ്? ആഷ്മി, വ്യക്തിപരമായ താല്പര്യം പറയാം. റിലേറ്റീവ്സ് ആണ് ഇവർ തമ്മിൽ, ബന്ധമുണ്ട് PC തോമസും കുട്ടിയമ്മയും തമ്മിൽ. അതുകൊണ്ട് തന്നെ KM മാണിയുടെ ചരമദിവസത്തിൽ അവരെ ചെന്ന് കാണേണ്ട ഒരു കടമ തനിക്കുണ്ട്. അതുകൊണ്ട് താൻ പോയി കണ്ടതാണെന്നാണ് PC തോമസ് നമ്മൾ വിളിച്ചപ്പോൾ പറഞ്ഞത്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു രാഷ്ട്രീയ മാനം കൂടി ഇതിനുണ്ട്. അതായത് സജി മഞ്ഞക്കടമ്പിലിന്റെ രാജി, പാർട്ടിയിലെ കേരള കോൺഗ്രസിലെ വലിയ തർക്കത്തിനിടെ ഒടുവിൽ സജി മഞ്ഞക്കടമ്പിൽ എന്ന് പറയുന്ന UDF ജില്ലാ ചെയർമാൻ അല്ലെങ്കിൽ അവരുടെ ജില്ലാ പ്രസിഡന്റ് രാജിവെച്ച് പുറത്തു വന്നതിന്റെ 2 ദിവസം കഴിയുമ്പോഴാണ് PC തോമസിന്റെ ഈ സന്ദർശനം എന്നുള്ളതാണ് ഏറെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു കാര്യം. അതും തെരഞ്ഞെടുപ്പിന്റെ പടിവാതിക്കൽ എത്തി നിൽക്കുകയാണ്. ഇനി ബൂത്തിലേക്ക് എത്താൻ ഏതാനും ദിവസങ്ങളേ ഉള്ളൂ. അപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു സന്ദർശനം. എന്തായാലും എന്നോടൊപ്പം ഇപ്പോൾ കേരള കോൺഗ്രസ് എമ്മിന്റെ ജനറൽ സെക്രട്ടറി, ഓഫീസ് ചാർജുള്ള ജനറൽ സെക്രട്ടറി സ്റ്റീഫൻ ജോർജ് തന്നെ ചേരുന്നുണ്ട്. ഈ ഒരു സന്ദർശനത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അല്ല, PC തോമസ് ഇന്നേ ദിവസം മാണി സാറിന്റെ ഭവനം സന്ദർശിച്ചത് തെറ്റില്ല. പക്ഷേ ഇതിനൊരു രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. കാരണം തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയമാണല്ലോ. അതായത് ഈ കേരള കോൺഗ്രസ് എമ്മിൽ നിന്നും UDFിലേക്ക് പോയിട്ടുള്ള കുറച്ച് ആളുകൾ അവരെ 2ാം നിരക്കാരായി ഇവിടെ കാണുന്നുള്ളതാണ് അവരുടെ പരാതി. അവർ വളരെ അതൃപ്തരാണ്. അതുകൊണ്ട് പല സംഭവവികാസങ്ങളും ഈ 26-ാം തീയതി തെരഞ്ഞെടുപ്പിന് മുമ്പ് ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം അത്രയേറെ അനൈക്യം UDFിനകത്ത്, പ്രത്യേകിച്ച് കോട്ടയം ജില്ലയിൽ ഈ മേഖലയിൽ ഉണ്ടായിരിക്കുന്നു. കേരള കോൺഗ്രസ് ജയിൽ അത് അവർക്ക് നിയന്ത്രിക്കാനൊക്കാത്ത വിധം അണപൊട്ടി ഒഴുകുന്ന സാഹചര്യമാണ് കാണാൻ കഴിഞ്ഞത്. നിങ്ങളോട് ചർച്ച നടത്തുന്നുണ്ട് ഈ നേതാക്കളൊക്കെ. അവരൊക്കെ വന്നാൽ ഒരു സ്പേസ് കൊടുക്കണ്ടേ? ഇപ്പൊ റോഷി പറഞ്ഞു സ്പേസ് എല്ലാവർക്കും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ആ ചർച്ചകളൊക്കെ നടക്കുന്നു. അതിപ്പോ നമ്മളെ ഏത് ഭാഗത്തുനിന്ന് ആൾ വന്നാലും നമ്മൾ പാർട്ടി സ്വീകരിക്കും. അതല്ല, അതൊക്കെ വ്യക്തമാക്കേണ്ടത് അവരാണ്. അവരുടെ ആശയങ്ങളും അവരുടെ നിലപാടുകളും വ്യക്തമാക്കിയാൽ അതനുസരിച്ച് നമുക്ക് തീരുമാനം കൈക്കൊള്ളാൻ കഴിയും. സജി മാത്രമല്ല, അതിന് മുകളിലേക്കുള്ള നേതാക്കളും ഉണ്ടെന്നല്ലേ ഇതിൽ നിന്നൊക്കെ വ്യക്തമാണ്. കുറച്ച് ആളുകളല്ല, ധാരാളം ആളുകൾ. അതങ്ങ് 1-2 അറിയപ്പെടുന്ന ആളുകളുടെ പേരിങ്ങനെ പറയുന്നു എന്നല്ലാതെ ജോസഫ് ഗ്രൂപ്പിൽ നിന്നും UDFിൽ നിന്നും താഴെ തട്ടിലുള്ള നിരവധി ആളുകൾ ഇങ്ങോട്ട് നമ്മുടെ പാർട്ടിയിലേക്കും മുന്നണിയിലേക്കും വരാൻ വേണ്ടിയുള്ള ആലോചനയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ചെറിയ കാര്യമായി ഞാൻ കാണുന്നില്ല. ഒരു വലിയ രാഷ്ട്രീയ മാറ്റം ഈ രംഗത്ത് തീർച്ചയായിട്ടും ഉണ്ടാകാൻ സഹായകരമായ നിലപാടാണ് ഇപ്പോൾ ഈ കുട്ടിയമ്മയെ സന്ദർശിച്ചു, അതിന്റെ ഭാഗമായിട്ട് തന്നെയാണെന്ന് പറയാം. എന്നല്ല, പ്രേം ചേച്ചിയെ സന്ദർശിച്ചത് മാണി സാറിന്റെ ജന്മദിനമാണ്, അതുമായി ബന്ധപ്പെട്ടായിരിക്കാം. പക്ഷേ ഈ ഇലക്ഷൻ സമയമായതുകൊണ്ട് അതിന് വലിയ പ്രാധാന്യമുണ്ട്. ഹാഷ്മിയ, അതാണ് സ്റ്റീഫൻ ജോർജ് തന്നെ നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഒരു രാഷ്ട്രീയ സാഹചര്യമായതുകൊണ്ടാണ് അത്തരത്തിലുള്ള അതിനെ അങ്ങനെ നോക്കിക്കാണണമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതോടൊപ്പം തന്നെ PM മാത്യു കേരള കോൺഗ്രസിനൊപ്പം നിന്ന ആളാണ്. അദ്ദേഹം UDFിന് വേണ്ടി വോട്ട് ചോദിക്കാൻ പോയി. അതേക്കുറിച്ചുള്ള മറുപടി കൂടി സ്റ്റീഫൻ ജോർജ് പറയുന്നു. അല്ല, അദ്ദേഹം കഴിഞ്ഞ 1 വർഷമായി കേരള കോൺഗ്രസ് എമ്മിൽ ഇല്ല. ഞാൻ ഉദാഹരണം പറഞ്ഞാൽ, ഏതെങ്കിലും 1 വർഷത്തിനകം അദ്ദേഹം കേരള കോൺഗ്രസ് എമ്മിന്റെ പരിപാടി പങ്കെടുത്തൊരു ഫോട്ടോയോ അല്ലെങ്കിൽ എന്തെങ്കിലും മീറ്റിംഗ് പങ്കെടുത്ത ഒരു വാർത്തയോ നിങ്ങൾ കാണിക്കാൻ കഴിയുമോ? ഇല്ല. ഇപ്പോ സജി മഞ്ഞക്കടമ്പിനും അങ്ങനെയുള്ള നിരവധി ആളുകൾ UDFിനെ വിട്ടു പോകുന്നു എന്നുള്ളത് കൊണ്ട് ആ ജാള്യത മറയ്ക്കാൻ പാർട്ടിയില്ലാത്ത ചില ആളുകളെ കൊണ്ടെന്ന് തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇറക്കിയിരിക്കുകയാണ്. സത്യത്തിൽ ഈ പാർട്ടിയുടെ ഒരു ഭാഗമേ അല്ല, ഒന്നുമല്ല, ഒരിക്കലുമല്ല. കഴിഞ്ഞ ഏതെങ്കിലും ഭാരവാഹിത്വം ഉണ്ടോ? ഒരു ഭാരവാഹിത്വം കഴിഞ്ഞ 1 വർഷമായിട്ടില്ല. ആ നിലയിൽ PM മാത്യു കേരള കോൺഗ്രസുമായിട്ട് സഹകരിക്കുന്നില്ലായിരുന്നു. കേരള കോൺഗ്രസ് പാർട്ടിയുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയും പങ്കെടുക്കുന്നില്ലായിരുന്നു. മാത്രമല്ല
ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹം കുറച്ചുപേരുടെ യോഗം വിളിച്ചു കൂട്ടി ഫ്രാൻസിസ് ജോർജിനെ പിന്തുണയ്ക്കാൻ നോമിനേഷന് മുമ്പ് അപ്പോൾ അവിടെ സജി മഞ്ഞക്കടമ്പിലെ രാജി പി.സി. തോമസിന്റെ കേമാണ്ട് വീട് സന്ദർശനമൊക്കെ വളരെ സജീവ കോട്ടയമാണ്. കേരള കോൺഗ്രസിന്റെ തട്ടകമാണ്. പോരടിക്കുന്നത് കേരള കോൺഗ്രസ് തമ്മിലുണ്ട്. അപ്പോൾ അത് അവിടെ വലിയ രാഷ്ട്രീയ വിഷയമാകും. തെരഞ്ഞെടുപ്പ് കാലമാണല്ലോ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സർവ്വകാല റെക്കോർഡുകൾ തകർത്ത ഓഹരി വിപണിയും സ്വർണ്ണവിലയും. ബോംബെ ഓഹരി സൂചിക 75,000 പോയിന്റ് ഭേദിച്ചു. ദേശീയ ഓഹരി വിപണി 22,600 മുകളിൽ തന്നെയാണ്. സംസ്ഥാനത്ത് സ്വർണ്ണവില പവന് 80 രൂപ കൂടി 52,600 രൂപയായി. 2024 തുടങ്ങിയതിനു ശേഷം നിരവധി തവണയാണ് വിപണികൾ റെക്കോർഡ് തിരുത്തിയത്. കഴിഞ്ഞ മാസം 6-നായിരുന്നു സെൻസെക്സ് 74,000 കടന്നത്. വെറും ഒരു മാസത്തിലാണ് നിക്ഷേപകരുടെ ആസ്തിയിൽ വമ്പൻ വർധന വരുത്തിക്കൊണ്ട് സെൻസെക്സ് 1000 പോയിന്റ് മുന്നേറ്റം നടത്തിയത്. 1990-ൽ 1000 പോയിന്റായിരുന്ന വിപണിയാണ് 30 വർഷങ്ങൾക്കിപ്പുറം 75,000 പോയിന്റ് എന്ന ചരിത്ര നേട്ടം കുറിച്ചത്. ബോംബെ ഓഹരി സൂചികയിൽ ആസ്തി 400 ലക്ഷം കോടി കടന്നതും കഴിഞ്ഞ ദിവസമാണ്. ഇന്ത്യയിൽ NDA തുടർഭരണത്തിലെത്തുമെന്ന പ്രതീക്ഷയാണ് ഈ ദിവസങ്ങളിൽ വിപണിയുടെ ചാലകശക്തി. അമേരിക്കൻ വിപണികളിലെ ഉണർവും മികച്ച 4ാം പാദ ഫലങ്ങളും ചേർന്നപ്പോൾ റെക്കോർഡിലേക്ക് കുതിക്കുകയായിരുന്നു. ഏപ്രിൽ ആരംഭിച്ചതിനു ശേഷം 5 തവണയാണ് സ്വർണ്ണവില റെക്കോർഡ് ഭേദിച്ചത്. പുത്തൻ സാമ്പത്തിക വർഷത്തിലെ 9ാം ദിവസമാകുമ്പോഴേക്ക് സ്വർണ്ണവില പവന് 1,720 രൂപയുടെ വർധനയാണ് രേഖപ്പെടുത്തുന്നത്. ഒരു പവൻ ആഭരണ രൂപത്തിൽ വാങ്ങുമ്പോൾ പണിക്കൂലിയും 3% GSTയും ചേർത്ത് 60,000 രൂപയോളം നൽകേണ്ടിവരും. അമേരിക്കയിൽ പലിശ നിരക്ക് കുറച്ചേക്കുമെന്ന വാർത്തയാണ് സ്വർണ്ണവിലക്കയറ്റത്തിന് പ്രധാന കാരണം. ചൈനയിൽ സ്വർണത്തിന് ഡിമാൻഡ് കൂടിയതും രാജ്യാന്തര വിപണിയിൽ സ്വർണ്ണവില കൂട്ടാനിടയാക്കിയിട്ടുണ്ട്. ഉത്സവ വിവാഹ സീസണിലെ വിലക്കയറ്റം ഉപഭോക്താക്കൾക്ക് തിരിച്ചടിയാകുമെങ്കിലും നിക്ഷേപമെന്ന നിലയിൽ സ്വർണം വാങ്ങുന്നവർക്ക് നേട്ടമാകുമെന്ന് വിദഗ്ധർ പറയുന്നു. ബിസിനസ് ഡെസ്ക് 24. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിക്കുന്നതിനിടെ ജനമനസ്സറിഞ്ഞ് 24ന്റെ മെഗാ പ്രീപോൾ സർവേ 2ാം ദിനം പുറത്തുവിട്ട 4 മണ്ഡലങ്ങളിലെ കണക്കുകളിൽ 3 UDFും 1 LDFനുമാണ് മേൽക്കൈ. ഏറ്റവും കൂടുതൽ സാമ്പിളുകൾ ശാസ്ത്രീയമായി വിലയിരുത്തിയതിന്റെ പിൻബലത്തിലാണ് 24 തെരഞ്ഞെടുപ്പ് സാധ്യതകൾ മുന്നോട്ട് വയ്ക്കുന്നത്. പിടിതരാത്ത 4 ഇഞ്ചോടിഞ്ച് മണ്ഡലങ്ങൾ, 4 ക്രൂഷ്യൽ മണ്ഡലങ്ങൾ, 4 സൂപ്പർ മണ്ഡലങ്ങൾ. വെൽക്കം ടു 24 ഇലക്ഷൻ അഭിപ്രായ സർവേ സെക്കൻഡ് റൗണ്ട്, സെക്കൻഡ് ഡേ. സംസ്ഥാനത്ത് പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം പൂർത്തിയായ ഇന്നലെ കാസർഗോഡ്, കോഴിക്കോട്, പത്തനംതിട്ട, കൊല്ലം ലോക്സഭാ മണ്ഡലങ്ങളിലെ ജനം എങ്ങനെ ചിന്തിക്കുന്നുവെന്നാണ് 24 പ്രീ പോൾ സർവേ ഉത്തരം തേടിയത്. കാസർഗോഡ് മണ്ഡലത്തിൽ ഇഞ്ചോടിഞ്ചാണ് പോരാട്ടമെങ്കിലും കാറ്റ് ഇടത്തോട്ടാണെന്നാണ് പൊതുജനാഭിപ്രായം. LDF സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണനെ 41.9% പേർ പിന്തുണച്ചപ്പോൾ സിറ്റിംഗ് MPയും UDF സ്ഥാനാർത്ഥിയുമായ രാജ്മോഹൻ ഉണ്ണിത്താനെ പിന്തുണച്ചത് 40.3% പേർ. NDA സ്ഥാനാർത്ഥി ML അശ്വിനിക്ക് 16.4% പേരാണ് പിന്തുണ നൽകിയത്. കോഴിക്കോട് UDF സ്ഥാനാർത്ഥി MK രാഘവനെ പിന്തുണച്ചത് 44.1% പേരാണ്. LDF സ്ഥാനാർത്ഥി എളമരം കരീമിനെ 39.5% പേർ പിന്തുണച്ചപ്പോൾ NDA സ്ഥാനാർത്ഥി MT രമേശിനെ പിന്തുണച്ചത് 15.8% പേരാണ്. ലോക്സഭയിലേക്ക് 4ാം ഊഴം തേടിയിറങ്ങുന്ന ആന്റോ ആന്റണിക്ക് പത്തനംതിട്ടയിൽ മത്സരം കടുക്കുമെന്നാണ് സർവേ ഫലം. 38.9% പിന്തുണയുണ്ട് ആന്റോ ആന്റണിക്ക്. തൊട്ടുപിന്നിലുള്ള ഡോക്ടർ TM തോമസ് ഐസക്കിനെ പിന്തുണച്ചത് 38% പേരാണ്. NDA സ്ഥാനാർത്ഥി അനിൽ ആന്റണിയെ 22.5% പേരും പിന്തുണച്ചു. കൊല്ലം ഇത്തവണയും NK പ്രേമചന്ദ്രനെ കൈവിടില്ല എന്നാണ് പൊതുജനാഭിപ്രായം. 44.8% പേരാണ് NK പ്രേമചന്ദ്രനെ പിന്തുണച്ചത്. LDFന്റെ M മുകേഷിനെ 41.1% പിന്തുണച്ചപ്പോൾ NDAയുടെ G കൃഷ്ണകുമാർ 13.2% വോട്ടുകൾ നേടുമെന്നാണ് പ്രീ പോൾ സർവേ. ഇലക്ഷൻ ഡെസ്ക് 24. മൊത്തം 8 നോക്കി, ബാക്കി 16 കിടപ്പുണ്ട്. ഇന്ന് 4 പ്രധാനപ്പെട്ട മണ്ഡലങ്ങളാണ്. ഇപ്പോൾ എല്ലാ മണ്ഡലം ഇപ്പോൾ 1-2 എന്ന് പറഞ്ഞാൽ വളരെ പ്രവചിക്കാൻ കഴിയുന്ന പൊന്നാനി പോലുള്ള 1-2 മണ്ഡലങ്ങൾ മാറ്റി നിർത്തിയാൽ ബാക്കിയെല്ലാം ഈ പറയുന്ന പ്രവചനാതീതമായ നല്ല ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളാണ്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട 4 മണ്ഡലങ്ങൾ കൂടി ഇന്ന് നമ്മൾ പരിശോധിക്കും. 7 മുതൽ 9 മണി വരെ പ്രിയപ്പെട്ട പ്രേക്ഷകർ നമ്മുടെ ആ പ്രീപോൾ സർവേയിൽ തുടരണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. വലിയ സ്വീകരണം കിട്ടുന്നുണ്ട് ആ സർവേക്ക്. താങ്ക് യു. പൂക്കോട് വെറ്റിനറി കോളേജിലെ JS സിദ്ധാർത്ഥന്റെ മരണത്തിൽ കേസ് അന്വേഷിക്കുന്ന CBI സംഘത്തിന് ആവശ്യമായ സൗകര്യം ഉറപ്പാക്കണമെന്ന് സുപ്രീം കോടതി സംസ്ഥാന പോലീസ് മേധാവിക്കും സർക്കാരിനും നിർദ്ദേശം നൽകി. കേസന്വേഷണം ഏറ്റെടുക്കാൻ വൈകിയെന്ന ഹർജിയിലെ തുടർ നടപടി കോടതി അവസാനിപ്പിച്ചു. വിവരങ്ങളുമായി ശ്രീകാന്ത് ചെയ്യുന്നു. ശ്രീകാന്ത്, അങ്ങനെ ഒരു നിർദ്ദേശം കൊടുക്കൽ സാധാരണമാണോ? എന്താണ് അതിന്റെ സാഹചര്യം? ഈ
സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് സിബിഐക്ക് ആവശ്യമായ സൗകര്യം ഉറപ്പാക്കണം എന്ന് നിലവിൽ ഇപ്പോൾ ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നു. സംസ്ഥാന പോലീസ് മേധാവിക്കും സർക്കാരിനുമാണ് നിർദ്ദേശം നൽകിയത്. സിദ്ധാർത്ഥന്റെ അച്ഛൻ ഈ കേസ് അട്ടിമറിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി സമർപ്പിച്ച ഹർജിയിലാണ് ഈ ഒരു നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഡൽഹി യൂണിറ്റാണ് അന്വേഷണം നടത്തുന്നത് എന്നതിനാൽ പോലീസ് സഹായം കൂടിയേ തീരൂ എന്ന് സിബിഐ ഇന്ന് കോടതിയെ അറിയിക്കുകയും ചെയ്തിരുന്നു. കേസ് ഏറ്റെടുത്തതായുള്ള വിജ്ഞാപനം കേന്ദ്രം ഇന്ന് കോടതിയിൽ ഹാജരാക്കി. ഏപ്രിൽ 5-ന് FIR റീ രജിസ്റ്റർ ചെയ്തെന്നും കേന്ദ്രം അറിയിച്ചു. തുടർന്ന് ഹർജിയിലെ തുടർന്നുള്ള നടപടികൾ ഹൈക്കോടതി അവസാനിപ്പിച്ചു. ഇനിയെല്ലാം സിബിഐയുടെ കയ്യിലാണ്. സഹായം കേരള പോലീസ് നൽകണം. എസ് ശ്രീകാന്താണ് വാർത്തയുടെ വിവരങ്ങൾ നൽകി. എന്തായാലും സിദ്ധാർത്ഥന്റെ മരണത്തിന് പിന്നിലെ ദുരൂഹതകൾ പുറത്തേക്ക് വരട്ടെ. കുവൈറ്റിലേക്ക് ജോലി വാഗ്ദാനം ചെയ്ത് മലയാളി യുവതികളെ ചതിക്കുഴിയിൽ വീഴ്ത്തുന്നു എന്ന ആരോപണം. യുവതികളെ കൊണ്ടുപോകുന്നത് ലൈംഗിക വൃത്തിക്കെന്ന് തട്ടിപ്പിനിരയായ യുവതി 24നോട് പറഞ്ഞു. വിസമ്മതിച്ച മലയാളി യുവതിയുടെ കൈ തിളച്ച വെള്ളത്തിൽ മുക്കിയെന്നും കാസർഗോഡ് സ്വദേശി വെളിപ്പെടുത്തുന്നു. ഹോം നേഴ്സ്, നഴ്സിംഗ് ജോലികൾ വാഗ്ദാനം ചെയ്താണ് തട്ടിപ്പ്. മാർച്ച് 4-ന് കുവൈത്തിലെത്തിയ കാസർഗോഡ് സ്വദേശിനിയുടേതാണ് വെളിപ്പെടുത്തൽ. ഫേസ്ബുക്ക് പരസ്യം വഴിയാണ് തട്ടിപ്പ്. എറണാകുളം സ്വദേശിയായ ഷാഹുലാണ് റിക്രൂട്ട്മെന്റ് നടത്തിയതെന്നും കുവൈറ്റിലെത്തിയ ശേഷമുള്ള അനുഭവം വിവരിക്കാൻ കഴിയില്ലെന്നും കാസർഗോഡ് സ്വദേശിനി 24നോട്. എന്നെ ഇവിടുന്ന് നേഴ്സിംഗ് എന്ന് പറഞ്ഞിട്ട് വേറൊരു അറബിയുടെ അടുത്താ കൊടുത്ത് ആ അറബി എന്നെ എന്തൊക്കെയോ ഉപയോഗിക്കാൻ ഇതാക്കി. അപ്പോൾ സെക്സ് വർക്കിന് പ്രേരിപ്പിച്ചു. ആണ്. വേറെ പെൺകുട്ടികളും അവിടെ ഇതേപോലെ കുടുങ്ങി കിടക്കുന്നുണ്ടോ? ഉണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. നമുക്ക് അറിയുന്നത് ഇപ്പോൾ ഈ 2-3 പേര് ഞാൻ അധികം ഇതായിട്ട് കോണ്ടാക്ട് എന്ന് പറയാൻ അങ്ങനെ കോണ്ടാക്റ്റും ഇല്ല, അന്ന് ജസ്റ്റ് സംസാരിച്ചു എന്നേ ഉള്ളൂ. അവരും പേടിച്ചിട്ട് തന്നെയാണ് ഉള്ളത്. കോഴിക്കോട്, തൃശൂർ, എറണാകുളം സ്വദേശികളായ 3 സംഘമാണ് തട്ടിപ്പിന് പിന്നിൽ. എറണാകുളം കേന്ദ്രീകരിച്ചാണ് റിക്രൂട്ട്മെന്റ്. കുവൈത്തിൽ മലപ്പുറം സ്വദേശിനിയാണ് തട്ടിപ്പ് സംഘത്തിന് എല്ലാ ഒത്താശയും ചെയ്യുന്നതെന്നും യുവതി. ഇപ്പം ഷാജി എന്ന് പറഞ്ഞാൽ എനിക്ക് ഇതില്ല കണ്ടിട്ടില്ല പരിചയം എന്ന് പറഞ്ഞാൽ ഈ ഷാജിയും ഷാഹുലും മാത്രമേ ഉള്ളൂ. വേറെ ഒരുത്തനും കൂടി ഉണ്ട്, റെജി എന്ന് പറഞ്ഞവനാ. അപ്പം ഈ റെജിയുടെ ഭാര്യ അവിടെ നേഴ്സിംഗ് ആണ്. അവൾ ഇതിനൊക്കെ കൂട്ടാം. ഈ ഭർത്താവ് ഇതിന് എന്തായാലും എന്ത് സംഭവിച്ചത് ഒരു പെണ്ണെ കൂടി കടന്നാൽ പോലും അവർക്ക് പ്രശ്നമല്ല. തട്ടിപ്പ് സംഘത്തിന്റെ വലയിലകപ്പെട്ട യുവതികളെ രക്ഷപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് യുവതി കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകി. പോലീസിന്റെ രഹസ്യാന്വേഷണ വിഭാഗവും അന്വേഷണം ആരംഭിച്ചു. അരുൺ പാറക്കൽ, 24, കാസർഗോഡ്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇന്നലെ ഒരു പ്രശ്നം ചോദിക്കുന്നുണ്ട്. ഇന്നലെ മഴ പെയ്യുമെന്ന് ആശു പറഞ്ഞല്ലോ, എന്നിട്ട് മഴ പെയ്തില്ലല്ലോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ആ പറഞ്ഞ ഓർമ്മയില്ല എന്ന് പറയാൻ വന്നതാണ്. പക്ഷേ അതാ ഇപ്പോൾ വീണ്ടും പറയുകയാണ് കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് വേനൽമഴയ്ക്ക് സാധ്യത. തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും മലയോര മേഖലയിലും ഇടിമിന്നലോട് കൂടിയ വേനൽമഴ കിട്ടും. തിരുവനന്തപുരം മുതൽ തൃശ്ശൂർ വരെയുള്ള ജില്ലകളിൽ വേനൽമഴ സാധ്യത എന്നാണ് പറയുന്നത്. ഇന്നലെയും പറഞ്ഞതാണ്. കാര്യമായ മഴ കണ്ടില്ലെങ്കിൽ കൂടിയും അപ്പോൾ ഇന്നത്തെ പ്രവചനം സത്യമാവട്ടെ അല്ലെങ്കിൽ ശരിയാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. കാര്യം അത്ര ചൂടാണ്. പാലക്കാട് വണ്ടിപ്പെരിയാറിൽ വീട്ടിൽ മദ്യവിൽപ്പന നടത്തിയ സംഭവത്തിൽ 24 വാർത്തയെ തുടർന്ന് പ്രതിയെ പിടികൂടി എക്സൈസ്. ഒരു പരിശോധനയും ഇല്ലാതെ മാസങ്ങളായി പ്രതി ദേവി വീട്ടിൽ മദ്യവിൽപ്പന നടത്തി വരികയായിരുന്നു. 24 വാർത്തയ്ക്ക് പിന്നാലെ മന്ത്രിമാരായ MP രാജേഷ്, K കൃഷ്ണൻകുട്ടി എന്നിവർ അന്വേഷണത്തിന് നിർദ്ദേശം നൽകി. തുടർന്ന് നടപടി ഉണ്ടായ നല്ല കാര്യം. പ്രതി ദേവിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. 24 ബിഗ് ഇമ്പാക്ട്. വണ്ടിത്താവളത്തെ ഒരു വീട്ടിൽ വെച്ച് എക്സൈസ് വകുപ്പിന്റെ കണ്ണിൽ പൊടിയിട്ട് മദ്യവിൽപ്പന നടത്തുന്നു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ദേവിയുടെ വീട്ടിലെത്തിയത്. എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തിയുള്ള മദ്യവിൽപ്പനയാണ് അവിടെ കാണാൻ കഴിഞ്ഞത്. ദൃശ്യങ്ങൾ സഹിതം 24 വാർത്ത പുറത്തുവിട്ടു. ഞങ്ങൾ എത്തുമ്പോൾ കണ്ട കാഴ്ച ഇങ്ങനെ. വീട്ടിലെ ബാറിലേക്ക് ആളുകൾ എത്തുന്നു, പണം നൽകുന്നു, മദ്യം സേവിക്കുന്നു, മടങ്ങുന്നു. കഴിക്കാനെത്തുന്നയാളുടെ പ്രായമോ സമയമോ ഒന്നും പ്രശ്നമല്ല. 24 മണിക്കൂറും ഒഴുകുകയാണ് മദ്യം. ഇന്ന് രാവിലെ 24 വാർത്ത പുറത്തുവിട്ട അരമണിക്കൂറിൽ എക്സൈസ് ഉദ്യോഗസ്ഥർ ദേവിയുടെ വീട് വളഞ്ഞു. വീട് വിടാൻ ഒരുങ്ങുകയായിരുന്ന പ്രതിയെ കാറിൽ വെച്ചാണ് പിടികൂടിയത്. ഇവരുടെ ഷെഡിൽ നിന്ന് 5 ലിറ്റർ വിദേശ മദ്യവും പിടികൂടി. 5 ലിറ്റർ മദ്യം ഇയാളുടെ ഷെഡിൽ സൂക്ഷിച്ചു വെച്ചതിന്, വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചതിന് കേസെടുത്തിട്ടുണ്ട്. ഈ ഓഫീസിൽ 55I പ്രകാരം, മദ്യം വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചതിന് 55I പ്രകാരം CR നമ്പർ 37 കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ്. 24 വാർത്തയെ തുടർന്ന് മന്ത്രിമാരായ MP രാജേഷും K കൃഷ്ണൻകുട്ടിയും എക്സൈസ് കമ്മീഷണർക്ക് വിശദ അന്വേഷണത്തിന് നിർദ്ദേശം നൽകി. വാർത്ത ശ്രദ്ധിച്ചു. എന്തായാലും അത് പുറത്തു കൊണ്ടുവന്നതിൽ 24 അഭിനന്ദിക്കുകയാണ്. അത് അറിഞ്ഞ ഉടൻ തന്നെ എക്സൈസ് മിനിസ്റ്ററെയും എക്സൈസ് കമ്മീഷണറും വാട്സപ്പ് ചെയ്തിട്ടുണ്ട്. എക്സൈസ് കമ്മീഷണർ നേരിട്ട് വിളിച്ച് പറഞ്ഞ് ഉടൻ തന്നെ നടപടിയെടുക്കാൻ പറഞ്ഞു.
സംഭവത്തിൽ എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്നും പരിശോധിക്കുന്നുണ്ട്. വീഴ്ച കണ്ടെത്തിയാൽ കർശന നടപടിയെന്ന് അഡീഷണൽ എക്സൈസ് കമ്മീഷണർ അറിയിച്ചു. 24 വാർത്ത പുറത്തുവിട്ട അരമണിക്കൂറിലാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. വീട്ടിലെ മദ്യവിൽപ്പനയെ ഗൗരവത്തിലാണ് എക്സൈസ് കാണുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ ഇടങ്ങളിൽ പരിശോധനകൾ നടക്കുമെന്നാണ് എക്സൈസ് വൃത്തങ്ങൾ അറിയിക്കുന്നത്. രാജേഷ് സുദേവനൊപ്പം നിഖിൽ പ്രമേഷ്, 24 പാലക്കാട്. അപ്പോൾ ദീർഘനാളായി തുടങ്ങിയ പരിപാടിയാണ്. അപ്പോൾ നമ്മുടെ വാർത്ത കൊടുത്തപ്പോൾ നല്ല കാര്യം, വാർത്ത കൊടുത്തപ്പോൾ നടപടി ഉണ്ടായി. അപ്പോൾ വാർത്ത കൊടുക്കുന്നതിന് മുൻപും ഇതൊക്കെ ആർക്കെങ്കിലുമൊക്കെ അറിയാവുന്നതായിരിക്കുമല്ലോ. അപ്പോൾ എങ്ങനെയാണ് ദേവിക്ക് ഈ കള്ളു വിൽപ്പന അവിടെ നടക്കാൻ കഴിഞ്ഞത് എന്ന കാര്യം ആരെങ്കിലും ഉത്താശ ഉണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധനയിൽ തെളിയട്ടെ. അതായത് ഇവിടെ ശ്രീകുമാർ പറയുന്നു ഇന്നലെ അമ്പൂരി പോലുള്ള മേഖലയിൽ മഴയുണ്ടായിരുന്നു. നല്ല കാര്യം. എന്തായാലും സംസ്ഥാനത്ത് അടുത്ത 4 ദിവസം ചൂട് കൂടുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നു. 12 ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പ്, മഞ്ഞ അലർട്ട് നൽകി. തിരുവനന്തപുരം മുതൽ തൃശ്ശൂർ വരെയുള്ള ജില്ലകളിൽ വേനൽ മഴയ്ക്കും സാധ്യതയുണ്ട്. അലക്സ് റാം മുഹമ്മദ് വിവരങ്ങൾ വെച്ചിരുന്നു. അലക്സ്, മഴ പെയ്യും എന്ന് പറയുന്നതല്ലാതെ മഴ പെയ്യുന്നില്ലല്ലോ എന്ന് പ്രേക്ഷകർ ചോദിക്കുക. ഹാഷ്മി, മഴ പെയ്യും ഹാഷ്മി. ഈ പ്രേക്ഷകൻ അമ്പൂരിൽ നിന്ന് ചോദിച്ചതുപോലെ അമ്പൂരിക്ക് തൊട്ടടുത്താണ് എൻ്റെ പ്രദേശം. എൻ്റെ നാട് അവിടെയാണ്, നെയ്യാർ ഡാമിലാണ്. നെയ്യാർ ഡാമിലൊക്കെ ഇന്നലെ കാര്യമായ മഴയുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം ഇടിമിന്നലോടുകൂടിയ മഴ അമ്പൂരി, നെയ്യാർ ഡാം, പാലോട്, അതായത് തിരുവനന്തപുരത്തിൻ്റെ മലയോര മേഖലയിൽ ഇന്നലെ ലഭിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ഇന്നും സമാനമായി തന്നെ തെക്കൻ കേരളത്തിലെയും മധ്യ കേരളത്തിലെയും പല ജില്ലകളിലും വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇടിമിന്നലോടുകൂടിയ വേനൽ മഴ, പ്രത്യേകിച്ച് മലയോര മേഖലയിൽ ഇടിമിന്നലോടുകൂടിയ വേനൽ മഴ ഉച്ചയ്ക്ക് ശേഷവും വൈകിട്ടുമൊക്കെ ലഭിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. തിരുവനന്തപുരം മുതൽ തൃശ്ശൂർ വരെയുള്ള ജില്ലകളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് പ്രേക്ഷകരോട് ഇപ്പോൾ തന്നെ ആദ്യം തന്നെ അറിയിക്കട്ടെ. രണ്ടാമത് ഈ ചൂടാണ്, ആ പുഴുങ്ങലാണ്, അതങ്ങനെ തുടരുന്നു എന്നുള്ളതാണ്. സംസ്ഥാനത്ത് ഉഷ്ണതരംഗത്തിന് പോലും സാധ്യത നിലനിൽക്കുന്നതായാണ് ദുരന്ത നിവാരണ അതോറിറ്റിയും അതുപോലെ കാലാവസ്ഥാ വിദഗ്ധരുമൊക്കെ പറയുന്നത്. ആ തരത്തിലാണ് ചൂട് പലയിടത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്. പാലക്കാട് ജില്ല ചുട്ടു പൊള്ളുകയാണ് ഹാഷ്മി. കഴിഞ്ഞ 6 ദിവസമായി 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് പാലക്കാട് രേഖപ്പെടുത്തുന്ന ചൂട്. സമാനമായി തന്നെ അടുത്ത ദിവസങ്ങളിൽ, അടുത്ത ശനിയാഴ്ച വരെയുള്ള മുന്നറിയിപ്പ് നൽകുന്നു. ഉയർന്ന താപനില മുന്നറിയിപ്പ് 12 ജില്ലകളിൽ നൽകിയിട്ടുണ്ട്. യെല്ലോ അലേർട്ട് 12 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. പാലക്കാട് ജില്ലയിൽ 41 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട്, അതായത് ഉയർന്ന താപനില വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. കൊല്ലത്ത് 40 ഡിഗ്രി സെൽഷ്യസ് വരെയും ചൂട് വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. പത്തനംതിട്ട, കോട്ടയം, തൃശ്ശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെയും. ആലപ്പുഴ, എറണാകുളം, കാസർഗോഡ് ജില്ലകളിൽ കൂടിയ താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെയും. കൊടുംചൂടാണ്. അതായത് പ്രേക്ഷകൻ പറയുകയാണ് ഇന്നലെ കോട്ടയം തെങ്ങണ ഭയങ്കര മഴയായിരുന്നു. അപ്പോൾ എവിടേക്കോ മഴ പെയ്യുന്നുണ്ട്. മഴ കിട്ടിയവർ ഭാഗ്യവാന്മാർ. നമുക്ക് പ്രതീക്ഷയോടുകൂടി വേഴാമ്പലിനെ പോലെ മഴയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയും ചെയ്യും. ചരിത്രം കുറിച്ച് വിപണികൾ. സെൻസെക്സ് 75,000 പോയിന്റ് കടന്നു. ദേശീയ ഓഹരി വിപണിയും റെക്കോർഡ് നേട്ടത്തിൽ തിളങ്ങി. റിയൽറ്റി ബാങ്ക് ഓഹരികൾ. ഗോദ്രേജ് പ്രോപ്പർട്ടീസ് 8% ഉയർന്നു. ലോകവിപണിയിലെ ചെമ്പ് വിലക്കയറ്റത്തിൽ ഉണർന്ന മെറ്റൽ ഓഹരികൾ. ക്രൂഡ് വില $90 മുകളിൽ. സ്വർണ്ണവില വീണ്ടും സർവകാല റെക്കോർഡിൽ. രാജ്യാന്തര വിപണിയിലെ വിലക്കയറ്റം ആഭ്യന്തര വിപണികളെയും ബാധിച്ചു. സംസ്ഥാനത്ത് പവന്റെ വില 80 രൂപ കൂടി 52,600 രൂപയായി. ഗ്രാമിന് 10 രൂപ കൂടി 6,575 രൂപ. ഏപ്രിൽ മാസത്തിൽ മാത്രം പവന് കൂടിയത് 1,720 രൂപ. ഫെഡറൽ റിസർവ് പലിശ കുറയ്ക്കുമെന്ന വാർത്തയും ചൈനയിൽ സ്വർണത്തിന് ഡിമാൻഡ് കൂടിയതും വിലക്കയറ്റത്തിന് കാരണമായി. AI-യിൽ $700 കോടി നിക്ഷേപത്തിന് ദക്ഷിണ കൊറിയ. AI ചിപ്പ് നിർമ്മാണ സ്ഥാപനങ്ങളെ പ്രോത്സാഹിപ്പിക്കുക ലക്ഷ്യം. മാർച്ചിൽ ദക്ഷിണ കൊറിയയുടെ ചിപ്പ് കയറ്റുമതി 21 മാസത്തെ ഉയർന്ന നിരക്കിൽ. മനേസർ പ്ലാന്റിന്റെ ശേഷി കൂട്ടി മാരുതി സുസുക്കി. വാർഷിക ഉൽപാദനത്തിൽ 1 ലക്ഷം യൂണിറ്റ് കൂട്ടും. മനേസർ പ്ലാന്റിലെ മൊത്തം ഉൽപാദന ശേഷി പ്രതിവർഷം 9 ലക്ഷം യൂണിറ്റ് ആകും. വരുന്ന 8 വർഷത്തിൽ ഉൽപാദനം പ്രതിവർഷം 4 ദശലക്ഷം യൂണിറ്റ് ആക്കുമെന്നും കമ്പനി. ഇനി ഇന്നത്തെ മാർക്കറ്റ് അനാലിസിസിലേക്കാണ്. വിപണികൾ വീണ്ടും ഒരു ചരിത്രം കുറിച്ചിരിക്കുകയാണ്. 2024 ശേഷം ഓഹരി വിപണി ഇങ്ങനെ റെക്കോർഡ് ഉയരങ്ങൾ താണ്ടുന്നത് ഇത് ഒരു പതിവ് പ്രവണതയായി തുടരുകയാണ്. വിപണിയിലൊക്കെ തന്നെ വലിയൊരു ഉറച്ച ആത്മവിശ്വാസമുണ്ട്. ഓഹരി വിപണിയുടെ ഒരു മൊത്തം മൂലധനം ഒക്കെ തന്നെ 400 ലക്ഷം കോടി കടന്നു എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇനി സൂചികകളിലേക്ക് വരികയാണെങ്കിൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സൂചികയായ നിഫ്റ്റി ഇന്ന് ഒരു ഓൾ ടൈം റെക്കോർഡ് ആണ് ഉണ്ടായിരുന്നത്. ഏകദേശം 22,768 വരെയാണ് ഇന്ന് നിഫ്റ്റി 50-ൽ സൂചിക വ്യാപാരം നടന്നത്. അതിനുശേഷം നിലവിൽ ഇപ്പോൾ വ്യാപാരം നടക്കുന്നത് ഒരു 17 പോയിന്റ് ഇടിവിൽ, ചെറിയൊരു ഇടിവ് സംഭവിച്ചിരിക്കുകയാണ്. 17 പോയിന്റ് ഇടിവിൽ 22,649 പോയിന്റിലാണ് നിലവിൽ നിഫ്റ്റി 50-ൽ വ്യാപാരം നടക്കുന്നത്. പക്ഷേ നിഫ്റ്റി ബാങ്ക്, നിഫ്റ്റി ഫിനാൻഷ്യൽ ഓഹരികളൊക്കെ തന്നെ വലിയ ആത്മവിശ്വാസത്തിലാണ്. അവിടെ ഒരു പോസിറ്റീവ് പ്രവണതയാണ് കാണുന്നത്. നിഫ്റ്റി ബാങ്കിൽ 100 പോയിന്റ് ഉണർവിൽ 48,682 പോയിന്റിലാണ് നിഫ്റ്റി ബാങ്കിൽ വ്യാപാരം നടക്കുന്നത്. ഏകദേശം 1.5% നേട്ടം നിഫ്റ്റി ബാങ്കിൽ മാത്രമുണ്ട്. അതേപോലെ തന്നെ 1.2% നേട്ടം
നേട്ടം IT സെക്ടറിലുണ്ട്. ഇന്നത്തെ ഈ ഒരു നേട്ടത്തിന് പ്രധാനമായും ലീഡ് ചെയ്തിരിക്കുന്നത് അത് IT, അതുപോലെ തന്നെ ബാങ്ക്, മെറ്റൽ ഓഹരികളൊക്കെ തന്നെയാണ്. ഇനി ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്ക് പോവുകയാണെങ്കിൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ചരിത്രത്തിൽ ആദ്യമായി തന്നെ ഇന്ന് 74,500 കടന്നു എന്നുള്ള വാർത്ത വന്നിരുന്നു. അതിനുശേഷം 74,240 ഇന്നത്തെ ഒരു വ്യാപാരം പുരോഗമിക്കുന്നത്. ഒരു നേരിയ ഇടിവുണ്ട്. 5 പോയിന്റ് ഇടിവിൽ 74,737 പോയിന്റിലാണ് നിലവിൽ ഇപ്പോൾ വ്യാപാരം തുറന്നത്. ഏതായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പൊക്കെ തന്നെ അടുത്തിരിക്കുകയാണ്. അതിൽ വലിയ ഈ ഒരു പ്രവണത, അതായത് നിലവിലുള്ള സീറ്റ് തന്നെ തുടരും, അതല്ലെങ്കിൽ ആ കക്ഷികളൊക്കെ തന്നെയായിരിക്കും ഈ ഒരു ഭരണ തുടർച്ച ഉണ്ടാകുക എന്നൊക്കെ കരുതിയാണ് ഈ ഒരു ആത്മവിശ്വാസം വിപണിയിൽ പ്രകടമാകുന്നത്. ഇനി മാർക്കറ്റ് വ്യൂവിൽ ഒരു ഫിനാൻഷ്യൽ എക്സ്പെർട്ട് നമ്മളോടൊപ്പം ചേരുകയാണ്. DPFSന്റെ ഡയറക്ടറായിട്ടുള്ള KV തോമസ് ആണ്. ഗുഡ് ആഫ്റ്റർനൂൺ ശ്രീ KV തോമസ്. മാർക്കറ്റിൽ നിന്ന് ഒരു റെക്കോർഡൊക്കെ കീഴടക്കിയതിന് ശേഷം KV സാമുവൽ, മാർക്കറ്റ് ഒരു റെക്കോർഡൊക്കെ കീഴടക്കിയതിന് ശേഷം വിപണി ഒരു വലിയൊരു ആത്മവിശ്വാസത്തിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നേരിയൊരു ഇടിവുണ്ട്. പക്ഷേ ഇന്നത്തെ ഒരു വിപണിയുടെ ഒരു പൊതുവെയുള്ള ഒരു ട്രെൻഡ് എങ്ങനെയാണ്? ഗുഡ് ആഫ്റ്റർനൂൺ ശ്രീ. ഇന്ന് നിഫ്റ്റിയും സെൻസെക്സും സർവകാല റെക്കോർഡ് ടച്ച് ചെയ്തിരിക്കുകയാണ്. അതിൽ നിന്ന് ഒരു ചെറിയ കറക്ഷൻ ഇപ്പോൾ നടക്കുന്നുണ്ട്. പ്രോഫിറ്റ് ടേക്കിംഗ് ആണ് അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്കിലും മാർക്കറ്റ് വളരെ സ്റ്റഡി ആയിട്ട് തന്നെ ഒരു വളരെ മൈനറായിട്ടുള്ള കറക്ഷനോടുകൂടി ക്ലോസ് ചെയ്യാനാണ് സാധ്യത. നിഫ്റ്റിയിൽ നമ്മൾ ഓൾ ടൈം ഹൈ ടച്ച് ചെയ്തത് 22,768 സെൻസെക്സിൽ 75,124 ഇത് വളരെ ഒരു ഉയർന്ന ലെവലുകളാണ്. ഓരോ പ്രാവശ്യവും സെൻസെക്സും നിഫ്റ്റിയും പുതിയ ഉയരങ്ങളിൽ താണ്ടുമ്പോൾ അനേകം ശതകോടീശ്വരന്മാരെ ഇന്ത്യൻ എക്കണോമിയിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ആക്സിസ് ബാങ്കിന്റെ 3 കോടി ഷെയർ ബയൻ ക്യാപിറ്റൽ വിറ്റ് ഒരു ബ്ലോക്ക് ഡീൽ നടന്നെന്നൊരു റിപ്പോർട്ടുണ്ട്. സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ 50 കോടി രൂപയുടെ ഷെയർ സിറ്റി കോപ്പ് ഗ്ലോബൽ മാർക്കറ്റ് മൗറീഷ്യസ് വാങ്ങിച്ചതായിട്ട് റിപ്പോർട്ടുണ്ട്. ക്ലോസിംഗ് വരെ മാർക്കറ്റ് സ്റ്റഡി ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ചെറിയ കറക്ഷനുള്ള സാധ്യത മാത്രമേ ഉള്ളൂ. വലിയ പോൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല. വരും ദിവസങ്ങളിലും മാർക്കറ്റ് സ്റ്റഡി ആയിരിക്കും എന്നാണ് സാധ്യത. താങ്ക് യു. നന്ദി ശ്രീ KV സാമുവലാണ് മാർക്കറ്റ് വ്യൂവിൽ അതിഥിയായെത്തിയത്. ഏതായാലും വിപണി വലിയൊരു ആത്മവിശ്വാസത്തിൽ തന്നെ തുടരുമെന്ന് പ്രതീക്ഷിക്കാം. ഇനി ഇടവേളയ്ക്ക് ശേഷം ഗുഡ് ആഫ്റ്റർനൂൺ വിത്ത് ഹാഷ്മി തുടരും. DBFS മാർക്കറ്റ് വ്യൂ സമർപ്പിക്കുന്നത് DBFS വെൽത്ത് മാനേജ്മെന്റ് ആൻഡ് നോൺ ബാങ്കിംഗ് ഫൈനാൻസ്. വെൽക്കം ബാക്ക്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇവിടെ ഒരു പ്രേക്ഷകൻ മോഹൻ എം പറഞ്ഞു, ആഷ്മി, തമിഴ്നാട്ടിൽ പോകുന്ന ടാക്സി വാഹനങ്ങളിൽ നിന്നും തമിഴ്നാട്ടിലെ പോലീസുകാർ മാമൂൽ രൂപ 200-300 ചോദിച്ചു വാങ്ങുകയാണ്. ഏതൊന്ന് റിപ്പോർട്ട് ചെയ്യാവോ? തമിഴ്നാട് മുഖ്യമന്ത്രി അറിയണം എന്ന് പറയുകയാണ്. മോഹൻ ചേട്ടൻ നമ്മുടെ ശബരിമല മേഖലയിൽ നിന്നൊക്കെ കൃത്യമായി ആധികാരികമായ വാർത്ത കാര്യങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ പറയുന്ന ഒരാളാണ്. ശബരിമല സമയത്തൊക്കെ സത്യമാണെന്ന് അറിയില്ല, സത്യമായിരിക്കുമല്ലേ? അല്ല, മോഹൻ ചേട്ടൻ വെറുതെ പറയില്ല. നമുക്ക് നോക്കാം. എന്തായാലും ഇത് അധികാരികളുടെ ശ്രദ്ധയിൽ ഞാൻ ആ കമന്റ് അങ്ങനെ വെക്കുകയാണ്. മോഹൻ ചേട്ടൻ പറഞ്ഞതുമാണ്. റംസാൻ വിഷു ചന്തകൾ തടഞ്ഞ നടപടിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകി. മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘനമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട്. ശ്രീകാന്ത് വിവരങ്ങൾ ചേർന്നു. ശ്രീകാന്ത്, 25ഓളം ചന്തകൾ നേരത്തെ തന്നെ അപേക്ഷ നൽകിയതാണ്, എല്ലാ വർഷവും ഉള്ളതാണ്. ഇത്തവണ മാത്രമാണ് ഇതിന് ഒരു മുടക്കമുണ്ടാവുന്നത് എന്നൊക്കെ തരത്തിൽ സംസ്ഥാനം പറയുന്നുണ്ടായിരുന്നു. കമ്മീഷന്റെ നിലപാട് എന്താണ്? ഈ റംസാൻ വിഷു ചന്തകൾക്കായി ഏകദേശം 5 കോടി രൂപ ഇതിനോടകം തന്നെ സംസ്ഥാന സർക്കാർ അനുവദിച്ചതാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിന് തടസ്സം നിന്നു. അത് നടപ്പാക്കാൻ കഴിയില്ല എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത്. തുടർന്ന് ഇപ്പോൾ ഹൈക്കോടതിയിലേക്ക് കൺസ്യൂമർ ഫെഡ് ഹർജിയുമായി എത്തി. അതിനാണ് ഇപ്പോൾ സത്യവാങ്മൂലം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയത്. ഇത്തരം ചന്തകൾ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കും. മാത്രമല്ല, ഇത് മാതൃകാ പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണ്. ജനങ്ങളെ സ്വാധീനിക്കാനുള്ള ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു നടപടിയും അംഗീകരിക്കാൻ കഴിയില്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചൂണ്ടിക്കാണിക്കുന്നു. ഹൈക്കോടതിയാണ് ഇനി തീരുമാനമെടുക്കേണ്ടത്. ശ്രീകാന്താണ്. പെരുന്നാൾ, റംസാൻ, വിഷു ചന്തകൾ ഉണ്ടാവാറുണ്ട്, അതെല്ലാ വർഷവും ഉണ്ടാവാറുള്ളതാണ്. ഇക്കുറിയാണ് അതിനൊരു തടയിടൽ ഉണ്ടാവുന്നത്. അപ്പോൾ അത് ഒഴിവാക്കി തരണമെന്ന് സംസ്ഥാനം ആവശ്യപ്പെടുകയാണ്. വിശ്വാസികൾക്ക് വ്രതശുദ്ധിയുടെ നാളുകൾ. അൽ മുക്താദിർ ഗോൾഡൻ ഡയമണ്ട്സ്, പുണ്യങ്ങളുടെ പൂക്കാലം സമർപ്പിക്കുന്നത് എല്ലാ ആഭരണങ്ങളും ഇപ്പോൾ പണിക്കൂലിയില്ലാതെ വാങ്ങാം. അൽ മുക്താദിർ ജ്വല്ലേഴ്സ്. ചെറിയ പെരുന്നാളിനെ വരവേൽക്കാൻ ഒരുങ്ങി ഇസ്ലാം മത വിശ്വാസികൾ. മാസപ്പിറവി ദൃശ്യമായാൽ കേരളത്തിൽ നാളെയാണ് പെരുന്നാൾ. റമദാൻ കാലത്ത് നോമ്പുതുറ സമയം അറിയിക്കാൻ സൈറൺ മുഴക്കുന്ന ഒരു പള്ളിയുണ്ട് കാസർഗോഡ്. തൃക്കരിപ്പൂർ ടൗൺ ജുമാ മസ്ജിദ്. അരനൂറ്റാണ്ട് മുൻപാണ് പള്ളിയിൽ സൈറൺ സ്ഥാപിച്ചത്.
തൃക്കരിപ്പൂർ ടൗൺ ജുമാ മസ്ജിദിൽ നിന്നാണ് ഈ സൈറൺ. ആയിരക്കണക്കിന് വിശ്വാസികൾക്ക് നോമ്പു തുറക്കാനുള്ള ഓർമ്മപ്പെടുത്തൽ. പള്ളികളുടെ എണ്ണം കുറവായ കാലത്ത് ബാങ്കുവിളി ദൂരേക്കെത്താത്ത പ്രശ്നം പരിഹരിക്കാനാണ് അന്നത്തെ പള്ളി കമ്മിറ്റി സൈറൻ എന്ന ആശയത്തിലേക്കെത്തിയത്. ബംഗളൂരുവിൽ നിന്ന് യന്ത്രമെത്തിച്ചു. പള്ളിക്കു മുകളിൽ 48 അടി ഉയരത്തിൽ സ്ഥാപിച്ചു. തൃക്കരിപ്പൂർ പഞ്ചായത്തിലും പല ഭാഗങ്ങളും അന്ന് ഈ സൈറനെ ആശ്രയിച്ചിട്ടാണ് ജനങ്ങൾ നോമ്പ് മുറിക്കുന്നത്. ഇത് 1980 കാലഘട്ടത്തിലാണ് ഇവിടെ നിർമ്മിച്ചത്. അത് അങ്ങനെ സ്ഥിരമായി തുടർന്നു കൊണ്ടുപോകുന്നതും കൊറോണയുടെ സമയത്ത് ഈ സൈറനയുടെ നില നിർത്തിയിരുന്നു. പിന്നീട് ജനങ്ങളുടെ ആവശ്യാർത്ഥം അത് വീണ്ടും ആ പഴയ പെരുമ നമുക്ക് നിലനിർത്താൻ വേണ്ടി അത് വീണ്ടും പുനഃസ്ഥാപിച്ചിരിക്കുകയാണ്. ഇന്ന് പള്ളികളുടെ എണ്ണം കൂടി. എങ്കിലും സൈറൻ സ്ഥാനം മാറാതെ പള്ളിയിലുണ്ട്. കോവിഡ് സമയത്ത് സൈറൻ മുഴക്കുന്നത് നിർത്തിവെച്ചെങ്കിലും വിശ്വാസികളുടെ ആവശ്യപ്രകാരം വീണ്ടും ആരംഭിക്കുകയായിരുന്നു. 24 കാസർഗോഡ്. ഇന്നത്തെ നോമ്പുതുറ സമയം കാണാം. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ, നമ്മുടെ ഉച്ചവാർത്താ സമയം തൽക്കാലം പൂർണ്ണമാവുന്നു. നമ്മൾ